ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഥനം നിറഞ്ഞോരൻ ഖൽബ് വായിക്കും സുബ്ഹാനേ. ഖൈറേനിൻ കഅബയിൽ വന്ന് സങ്കടം ചൊല്ലുവാൻ കൊതിയേറെയുണ്ടെങ്കിൽ യാചിക്കുന്നു ഞാൻ മന്നാനേ. കൊതി മാറ്റാൻ നീയല്ലാതില്ലയാരും പെരിയോനേ. ആലം അഖിലം പടച്ചു പോറ്റിടും യാ അല്ലാഹ്. അർഹമുറാഹിമിൻ റഹ്മത്തെന്നിൽ ചൊരിയല്ലാഹ്. എന്നും പിഴ പറ്റും എന്നിൽ നീ കനിഞ്ഞിടല്ലാഹ്. എന്റെ ഹലാലം സുആലിന്നേക് ജവാബല്ലാഹ്. മൗത്തെന്ന ചൂണ്ടൻ കൊല്ലിക്കുള്ളിൽ കൊളുത്തിയിട്ട് മലക്കന്റെ റൂഹിനെ തോണ്ടി തോണ്ടി വലിക്കുന്ന നിൻ തിരു നാമവൻ ചുണ്ടിൽ നീ അങ്ങുയർത്തല്ലാഹ്. നിന്റെ ഫളലിനാൽ റഹ്മത്തെന്നിൽ ചൊരിയല്ലാഹ്. ആലം അഖിലം പടച്ചു പോറ്റിടും യാ അല്ലാഹ്. അർഹമുറാഹിമിൻ റഹ്മത്തെന്നിൽ ചൊരിയല്ലാഹ്. എന്നും പിഴ പറ്റും എന്നിൽ നീ കനിഞ്ഞിടല്ലാഹ്. എന്റെ ഹലാലം സുആലിന്നേക് ജവാബല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة
وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയങ്കരരായ സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണികനും അളവറ്റ ദയാപരനും ആകാശഭൂമികളുടെ അധിപതിയും പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനും സ്വർഗനരകങ്ങളിലേക്ക് മനുഷ്യരെ നീതിയുടെയും ന്യായത്തിൻ്റെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ രണ്ട് വിഭാഗത്തെയും വേർതിരിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൻ്റെ തണലിലാണ് ഈ മസ്ജിദിൽ നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്ക് സമ്മിശ്രമായ രണ്ട് വികാരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന്, റമദാൻ അവസാനിച്ച് ചെറിയ പെരുന്നാളിന് സാക്ഷ്യം വഹിക്കാമല്ലോ എന്ന സന്തോഷകരമായ ഒരു കാര്യം. അത് ആഹ്ലാദപൂർണമായ കാര്യമാണ്. കാരണം വിശുദ്ധ ഖുർആൻ ആ കാര്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ദിനമാണ്, ആഹ്ലാദത്തിൻ്റെ ദിനമാണ് എന്ന്. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഒരു വികാരം, പരിശുദ്ധ റമദാൻ തന്നോട് വിട പറഞ്ഞു പോകുന്നുണ്ടല്ലോ എന്ന ദുഃഖകരമായ ഒരു കാര്യമാണ്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തി, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ വീട് വിട്ടിറങ്ങിപ്പോകുമ്പോൾ, വിവാഹിതയായി ഭർത്താവിൻ്റെ ഭർതൃഗൃഹത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ബാപ്പ കരയും, ഉമ്മ കരയും. എന്തേ? ഏറ്റവും പ്രിയപ്പെട്ട മകളെ പറഞ്ഞേക്കുന്നു. അതിൻ്റെ സങ്കടമാണ്. ഇഷ്ടപ്പെട്ട ഒന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് മനുഷ്യന് സ്വാഭാവികമാണ്. റമദാൻ യാത്ര തിരിക്കുമ്പോൾ നമുക്കുള്ള സങ്കടവും അതാണ്. കാരണം മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് റമദാൻ നമ്മുടെ കണ്ണിനെ നിയന്ത്രിച്ചിരുന്നു, നമ്മുടെ കാതുകളെ നിയന്ത്രിച്ചിരുന്നു, നമ്മുടെ ഹൃദയത്തെപ്പോലും നിയന്ത്രിച്ചിരുന്നു. അല്ല, നമ്മുടെ ചിന്തയെപ്പോലും നിയന്ത്രിച്ചിരുന്നു, നമ്മുടെ കൈകാലുകളെ നിയന്ത്രിച്ചു, എല്ലാം. അല്ലേ? ഈ നിയന്ത്രണം റമദാൻ കഴിഞ്ഞാലും ആവശ്യമല്ലേ? ആണ്. നിലനിൽക്കേണ്ടതല്ലേ? ആണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഫഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നീ അല്ലാഹുവിനെ ആരാധിക്കണം നിന്റെ മരണം വരെ, മരിക്കുന്നത് വരെ. ബോധമാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാതലായ കാര്യം. സഹോദരങ്ങളെ, ഇന്ന് കഴിഞ്ഞ് നാളെയും കൂടെ കഴിഞ്ഞാൽ ഒരുപക്ഷെ വെള്ളിയാഴ്ച നമ്മൾ പെരുന്നാളിലേക്ക് പ്രവേശിക്കും. പിന്നെ ജീവിതത്തിൻ്റെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോവുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. റമദാൻ നമ്മളെ ശുദ്ധീകരിക്കുകയും നമ്മളെ നന്നാക്കുകയും നമ്മളിലെ ചിന്തകളെ നിയന്ത്രിക്കുകയും എല്ലാ അർത്ഥത്തിലും പടച്ചോനെ പേടിക്കുകയും, ഞാനൊരു നോമ്പുകാരനാണ്, അതുകൊണ്ട് ഞാനത് കാണാൻ പാടില്ല, ഞാനത് കേൾക്കാൻ പാടില്ല, ഞാനങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചവരാണ് നമ്മൾ. ഇന്നും നമ്മൾ ആ സ്റ്റേജിലാണ്. നാളെയും അതെ. എന്നാൽ മറ്റന്നാളായാൽ പെരുന്നാളായാൽ അതുവരെ ളുഹറിനെ ഒന്നാമത്തെ സഫിൽ നിന്ന് നമസ്കരിച്ച മനുഷ്യനെ നമ്മൾ കാണുന്നത് സിനിമാ തിയേറ്ററിന് മുമ്പിൽ ക്യൂ നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു പ്രദേശത്തേക്ക് ടൂർ പോവുക എന്ന ലക്ഷ്യത്തോടെ പോകുന്നതാണ്. സ്വന്തം കൈകളിൽ മദ്യപാനവുമായി, മദ്യത്തിൻ്റെ ചഷകങ്ങളുമായി പെരുന്നാൾ അടിച്ചുപൊളിച്ച് ആഘോഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന കാഴ്ചയാണ് മുസ്ലിം സമുദായത്തിൽ, മനുഷ്യ സമൂഹത്തിൽ മൊത്തത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭയപ്പെടണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പടച്ചവനെ, ഞാൻ നേടിയ തഖ്വയും സൂക്ഷ്മതാബോധം എൻ്റെ ജീവിതത്തിലുടനീളം നീ നിലനിർത്തി തരണമേ എന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കാൻ
നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം മരണമാകുന്ന കവാടം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ആ കവാടം കടന്നു പോകാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ മൗതു ബാബുൻ വകുല്ലുൻ നാസി ദാഖിലുഹു യാ ലൈത ശിഅരി ബഅദ മൗതി മദ്ദാറു. മനുഷ്യ എല്ലാവരും അൽ മൗതു ബാബുൻ വകുല്ലുൻ നാസി ദാഖിലുഹു, എല്ലാ മനുഷ്യരും മരണമാകുന്ന വാതിൽ കടന്നു പോകും. മരണമാകുന്ന വാതിൽ കടക്കാത്ത ഒരാളും ലോകത്തില്ല. രാജാവാകാം, കോടീശ്വരനാവാം, ജീവിതത്തിൻ്റെ ഏതേത് തലത്തിൽ ജീവിക്കുന്നവനാവാം, എല്ലാവരും മരണമാകുന്ന വാതിൽ കടന്നു പോകും. അതെ, മരണമാകുന്ന വാതിൽ കടന്നു പോകുമ്പോൾ എന്തായിരിക്കും പടച്ചതമ്പുരാന്റെ കോടതിയിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അത് വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട ഒന്നാണ്. എന്താണ് മരണത്തിന് ശേഷമുള്ളൊരു ജീവിതം ഗൗരവമായി കണ്ടവർ നമുക്കിടയിൽ കുറവാണ്. വിശ്വാസികൾക്കിടയിൽ പോലും മരണാനന്തരം ഒരു ജീവിതത്തെ ഗൗരവമായി കണ്ട ആളുകൾ കുറവാണ്. അത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മളറിയാതെ നമുക്കൊരു ജീവിതം നൽകി അള്ളാഹു. സൗഭാഗ്യങ്ങൾ ഒരുപാട് നൽകി, അല്ലേ? വികലാംഗത അള്ളാഹു നമ്മളിൽ പലർക്കും നൽകിയില്ല. ലോകത്തിലെ മഹാഭൂരിപക്ഷം ആളുകളെ കണ്ണ് കാണുന്നവരായി അള്ളാഹു സൃഷ്ടിച്ചു, കാത് കേൾക്കുന്നവരായി അള്ളാഹു സൃഷ്ടിച്ചു, അല്ലേ? വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. നിങ്ങൾക്ക് കേൾവി നൽകി, കാഴ്ചയും നൽകി, ചിന്താശേഷിയും നൽകി. ഖലീലൻ മാ തഷ്കുറൂൻ. പക്ഷേ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുള്ളൂ. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുൽക്കിലെ 24-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. നിങ്ങൾക്ക് കേൾവി നൽകി, കാഴ്ചയും നൽകി, ചിന്താശേഷിയും നൽകി. ഖലീലൻ മാ തഷ്കുറൂൻ. പക്ഷേ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. മനുഷ്യന് പൊതുവെ നന്ദി കെട്ടവനാണ്, അല്ലേ? നന്ദികേട് മനുഷ്യന്റെ മുഖമുദ്രയാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, വൽ ആദിയാതി ലബ്ഹാ ഫൽ മൂരിയാതി ഖദ്ഹാ ഫൽ മുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖാ ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ നോക്കണം, നിങ്ങൾ ഒരു കുതിരയെ ഉദാഹരിച്ചുകൊണ്ട് പടച്ചവൻ പറയുന്നു, യജമാനനെ ചുമന്നിട്ട് രണഭൂമിയിലേക്ക് കാല് കല്ലിൽ തീപ്പൊരി പാറിച്ചുകൊണ്ട് ഓടുന്ന ഒരു കുതിര. അത് പഠിച്ചിട്ടില്ല, വിദ്യാഭ്യാസമില്ല, ബുദ്ധിയില്ല. പക്ഷേ വെള്ളവും വൈക്കോലും കൊടുത്തതിൻ്റെ പേരിൽ യജമാനനെ ചുമന്നിട്ട് യുദ്ധഭൂമിയിലേക്ക് അത് കുതിച്ചോടുകയാണ്. അള്ള പറയുകയാണ്, പ്രഭാതത്തിൽ അതാ ഒരു കുതിര ഓടുന്നു, യജമാനനെയും ചുമന്നുള്ള ഓട്ടമാണ്. കരിങ്കല്ലിൽ അതിൻ്റെ കാല് തട്ടുന്നുണ്ട്, തീപ്പൊരി പാറുന്നുണ്ട്. രണഭൂമിയിൽ വാളിൻ്റെ തലപ്പേറ്റ് അത് മണ്ണോട് മണ്ണ് ചേരുന്നുണ്ട്. പക്ഷേ യജമാനനോട് നന്ദി കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്നദാബി ലശദീദ്. അല്ലാഹുവിനോട് നന്ദി കേട് കാണിച്ചാൽ അല്ല നിങ്ങളെ കഠിനമായി സൃഷ്ടിക്കുന്നതാണ്, അല്ല നിങ്ങളെ ഒഴിവാക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ് എന്ന് 14-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു. 100-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനമാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ. എത്ര സ്ഥലം അവൻ അല്ല കൊടുത്തു, ഭൂമിയിൽ ജീവിക്കാനുള്ള സൗഭാഗ്യങ്ങൾ അവന് കൊടുത്തു, ആരോഗ്യം അവന് കൊടുത്തു, കണ്ണും നൽകി, കാതും നൽകി, ചിന്താശേഷി നൽകി. എന്നിട്ട് അല്ല പറഞ്ഞു, അതൊക്കെ വേണ്ട പോലെ ഉപയോഗിക്കണം. അല്ലെങ്കിലോ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിന്റെ കേൾവി അല്ല വിചാരണക്ക് വിധേയമാക്കും. നീ എന്താ കണ്ടത്, നീ എന്താ കേട്ടത്? അസഭ്യം കേട്ടുവോ, തോന്നിയാസം കേട്ടുവോ, മ്ലേച്ഛമായ സംഗീതം നീ ആലപിച്ചുവോ, അത് കേട്ടുവോ, നീ ആസ്വദിച്ചുവോ, മ്ലേച്ഛമായ കാഴ്ചകൾ നീ കണ്ടുവോ? നിന്റെ ഹൃദയം ആവശ്യമില്ലാത്തിടത്തേക്ക് ചിന്തിച്ച് നീങ്ങിയോ എന്ന് പടച്ചവൻ ചോദിക്കുമെന്ന് 17-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ പറയുകയാണ്. ഈ വിഷയങ്ങളിലൊന്നും ബോധമില്ലാത്തവരാണ് ആര്? മനുഷ്യരിലെ മഹാഭൂരിപക്ഷവും, മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷവും. പിന്നെ ബാക്കിയുള്ളത് എന്ത് പറയാൻ? നമ്മുടെ പലപ്പോഴും ചിന്തിക്കുന്ന, ഞാനും പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസമൊക്കെ പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ
മുസ്ലിങ്ങളായ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അമുസ്ലിം കുട്ടികളും ഉണ്ട്, മുസ്ലിം കുട്ടികളും ഉണ്ട്, ബാലൻ്റെ മക്കളും ഉണ്ട്, മുഹമ്മദിൻ്റെ മക്കളും ഉണ്ട്. ഇവർ രണ്ടുപേരും എന്താണ്, പള്ളിയിൽ ഇശ നടക്കുന്നുണ്ട്, പള്ളിയിൽ തറാവി നടക്കുന്നുണ്ട്, അവിടെ നോക്കുക ആളുകൾ നിന്ന് നമസ്കരിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ബസ് സ്റ്റോപ്പിലിരിക്കുകയാണ്, കഥ പറയുകയാണ്, കമേന്റ് പറയുകയാണ്, പരദൂഷണം പറയുകയാണ്. ബാലന്റെ മോനും മുഹമ്മദിന്റെ മോനും ഫലത്തിൽ എന്തേ വ്യത്യാസം? അവൻ പറയുന്നു ഞാൻ മുസ്ലിമാണ്. ഹിന്ദുവിന്റെ മകൻ മരിച്ചാൽ അവനെ ചെതയിൽ കൊണ്ടുപോയി വെക്കുന്നു, അല്ലെങ്കിൽ പറമ്പിൽ കൊണ്ടുപോയി കബറടക്കുന്നു. മുസ്ലിമായ മനുഷ്യനെ പള്ളിക്കാട്ടിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ബിദ്അത്താണെങ്കിലും മനുഷ്യരെങ്ങനെ കൊണ്ടുപോയി കബറടക്കുന്നു. എന്തേ പ്രശ്നം? രണ്ടുപേരും ജീവിച്ചത് ഒരേപോലെ. മാധവന്റെ മകൻ നിസ്കരിച്ചിട്ടില്ല, മുഹമ്മദിന്റെ മകനും നിസ്കരിച്ചിട്ടില്ല. മാധവന്റെ മകനും സിനിമ കണ്ടിട്ടുണ്ട്, മുഹമ്മദിന്റെ മകനും സിനിമ കണ്ടിട്ടുണ്ട്. മാധവന്റെ മകൻ പലിശ കൊടുത്തിട്ടുണ്ട്, മുഹമ്മദിന്റെ മകനും പലിശ കൊടുത്തിട്ടുണ്ട്. ഹറാമിലാണ് അവൻ ജീവിച്ചത്, ഹറാമിലായിക്കൊണ്ടാണ് അവൻ വളർന്നത്. അല്ലാഹു അല്ലാത്തവരോട് മാധവന്റെ മകനും പ്രാർത്ഥിച്ചിട്ടുണ്ട്, മുഹമ്മദിന്റെ മോനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫലത്തിൽ രണ്ടുപേരും തുല്യമാണ്, രണ്ടുപേരും പോകുന്നത് നരകത്തിലേക്കാണ്. ഈ വസ്തുത പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. ഞാനൊരു മുസ്ലിമാണല്ലോ, എനിക്ക് കള്ളം പറയാൻ പാടില്ലല്ലോ. ഞാനൊരു മുസ്ലിമാണല്ലോ, എനിക്ക് മോശമായ ഡ്രസ്സ് ധരിക്കാൻ പാടില്ലല്ലോ. ഞാനൊരു മുസ്ലിം സ്ത്രീയാണല്ലോ, എനിക്ക് എൻ്റെ മാറ് കാണിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ. അത് ആലോചിച്ചിട്ടുണ്ടോ? ഞാനിവിടെ അവതരിപ്പിക്കുന്ന പ്രധാനമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പരലോകത്തെ ഗൗരവമായി കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പരലോകം, ആ പരലോകത്തിന് വേണ്ടി ജീവിക്കുക എന്നതാണ് നമ്മുടെ ടൈറ്റിൽ. പരലോകത്തിന് വേണ്ടി ജീവിക്കുക മനുഷ്യരെ എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. പരലോകം മറന്നുപോയ ആളുകളാണ് മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും. മനുഷ്യൻ ജന്തുലോകത്ത് നോക്ക് നിങ്ങൾ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശു, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആട് മനുഷ്യനേക്കാളും ഉപകാരപ്പെടാറുണ്ട് പലപ്പോഴും, അല്ലേ? മദ്യപിച്ച് മൂക്കറ്റം കുടിച്ച് രാത്രി നട്ടപ്പാതിരാക്ക് വന്ന് ബെഡിലേക്ക് ചരിഞ്ഞു കിടന്ന് കിടക്കയെ തന്നെ അറിയാതെ മൂത്രമൊഴിച്ചു പോയി. അങ്ങനെയൊക്കെ ആയിരിക്കും ചില ആളുകളുടെ മക്കളുണ്ടാകുക. എന്നാൽ ആലയിൽ കെട്ടിയ പശു കൃത്യമായിട്ട് മൂത്രമൊഴിച്ച് അതിനെ ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അതോടൊപ്പം അതിൻ്റെ അകിടിൽ നിന്ന് 10 ലിറ്റർ പാലും ചുരത്തുന്നു. മനുഷ്യനോ കള്ളു കുടിച്ചിട്ട് അതിന് ഹാങ് ഓവറിൽ കിടക്കുകയാണ്. ഉപകാരമില്ല, സർവത്ര ഉപദ്രവമാണ്. ഈ പണ്ടാരപ്പഹൻ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മാതാപിതാക്കൾ പോലും പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ആലോചിക്കാം, മരിച്ചു പോവില്ലേ? ഉണ്ട്. മരണത്തിന് ശേഷം എന്താ ഒരവസ്ഥ? എന്താ ഒരവസ്ഥ? അത് നമ്മൾ ആലോചിക്കണ്ടേ? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹ് ചോദിക്കുകയാണ്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഖുർആനിലെ 23-ാം അധ്യായം 115-ാമത്തെ വചനമാണ്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ, നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ്, വെറുതെ ഇങ്ങനെ സൃഷ്ടിച്ചു. യൗവനം ഇങ്ങനെ കഴിഞ്ഞുപോയി, വാർദ്ധക്യവും അങ്ങനെ കഴിഞ്ഞുപോയി, അടിച്ചു പൊളിച്ചുള്ള ജീവിതവും അങ്ങനെ കഴിഞ്ഞുപോയി. മരണത്തോടുകൂടി അതങ്ങ് അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചുവോ? അല്ലാഹ് ചോദിക്കുകയാണ്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചു എന്നും നിങ്ങൾ വിചാരിക്കുകയാണോ? വല്ലാത്തൊരു ചോദ്യമാണ്. ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ നമ്മളൊന്ന് ആലോചിക്കണം. ആ സൂറത്ത് മുഅ്മിനൂനിലെ 115-ാമത്തെ വചനമാണ്. അയഹ്സബുൽ ഇൻസാൻ, അല്ലം നോക്കൂ, അയഹ്സബുൽ ഇൻസാൻ അയ്യുത്രക സുദാ. മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ മരണത്തോടുകൂടി അതങ്ങ് അവസാനിക്കും, അവരെ വെറുതെ വിടുമെന്നവരങ്ങ് വിചാരിക്കുന്നുണ്ടോ? സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 36-ാമത്തെ വചനമാണ്. അയഹ്സബുൽ ഇൻസാൻ അയ്യുത്രക സുദാ. അല്ല മനുഷ്യ, നീ വിചാരിക്കുന്നുണ്ടോ നിന്നെ അങ്ങ് വെറുതെ വിടും എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? പടച്ചോന്റെ ചോദ്യമാണ്. നമ്മളെ സൃഷ്ടിച്ച് നോക്കണേ, നമ്മുടെ സൃഷ്ടിപ്പിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ? ആർക്കെങ്കിലും ഗർഭപാത്രത്തിലൊരു കുഞ്ഞു കുരുത്തു വരുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. വികലാംഗനാവല്ലേ, മുച്ഛ്രിയനാവല്ലേ, അതല്ലെങ്കിൽ മന്ദബുദ്ധിക്കാരനാവല്ലേ, 2022 ആവല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മനുഷ്യൻ. എന്തേ? മനുഷ്യൻ്റെ കൺട്രോളിലല്ല ഇതൊന്നും, അല്ലേ? മനുഷ്യൻ്റെ കൺട്രോളിലല്ല ഇതൊന്നും.
മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ് പടച്ചവനോട്, റബ്ബേ ഒന്നും മോശമാകരുതേ അല്ലേ, ഒന്നും മോശമാകരുതേ അള്ളഹാനോട് ദ്വേരക്കുകയാണ്. എന്തേ അങ്ങനെ? നമ്മുടെ ആരുടെയും കൺട്രോളിലല്ല അല്ലേ. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഇങ്ങനെയൊക്കെ ആവണം? ഇല്ല. ചില ആളുകൾ വിചാരിക്കില്ലേ, എന്താ ഞാനിങ്ങനെ കറുത്തുപോയത്, എന്താ ഞാനിങ്ങനെ വൈരൂപിയായത്, ഈ കാകാനെ കണ്ടില്ലേ, ചുവന്ന തുടുത്ത് മനോഹരമായ മുഖം, എല്ലാവരും അദ്ദേഹത്തെ നോക്കണുണ്ടല്ലോ, എന്തൊരു മുഖകാന്തിയാണ് എന്ന്. അങ്ങനെയല്ല. അള്ളാഹ് പറയുന്ന ഒരു വാചകമുണ്ട് ആ വിഷയത്തിൽ. പടച്ച തമ്പുരാൻ മനുഷ്യരോട് പറയാന്തേ, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗുർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക. അല്ലാഹ് പറയാ, അല്ല മനുഷ്യരെ, ഔദാര്യവാനായ നിങ്ങളുടെ റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങളെ മറന്നു കളഞ്ഞ ഘടകമെന്താ? പരമകാരുണ്യകനായ റബ്ബിന്റെ കാര്യത്തിലെ മനുഷ്യ, നീ മറന്നുപോയത് എന്താണ്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. ആരാ നിന്റെ റബ്ബ്? നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബ്, നിന്നെ വ്യവസ്ഥപ്പെടുത്തിയവനായ നിന്റെ റബ്ബ്. ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക. അവനാണ് നിനക്ക് രൂപം നൽകിയത്. അല്ലാഹ് പറയാണെന്ത്? അവനാ നിനക്ക് രൂപം നൽകിയത്. നീ മെലിഞ്ഞതാവണോ, തടിച്ചതാകണോ, കറുത്തവനാകണോ, മെലിഞ്ഞവനാകണോ, വികലാംഗനാവണോ എന്നൊക്കെ തീരുമാനിച്ചത് ആരാ? പടച്ച തമ്പുരാനാണ്, അള്ളാഹു ആണ്. അതുകൊണ്ട് ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല, ആരും ആരെയും കറുത്തവനെന്ന് വിളിക്കേണ്ടതില്ല, ആരും ആരെയും വെളുത്തവനെന്ന് വിളിക്കേണ്ടതില്ല അല്ലേ. ബിലാൽ റളിയല്ലാഹു അൻഹു അബൂദർ അൽ ഗഫാരിയുമായി പറഞ്ഞ് തെറ്റിയപ്പോ അബൂദറിന് ചൂടായി. സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ള സഹാബിയ. അബൂദർ അൽ ഗഫാരിക്ക് ദേഷ്യം പിടിച്ചു. അബൂദർ അൽ ഗഫാരി ബിലാലിനെ പറ്റി പറഞ്ഞു, കറുത്തവളുടെ മകനെ എന്നൊരൊറ്റ വിളി. ബിലാൽ റളിയല്ലാഹുവിന്റെ മനസ്സ് വേദനിച്ചു അല്ലേ. ബിലാൽ റളിയല്ലാഹു അൻഹു ഓടി റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വന്നു. ഓടി റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ എന്തിനാ ബിലാലെ കരയണത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല നബിയേ, അബൂദറും ഞാനും തമ്മിൽ ഒരു പിണക്കുണ്ടായപ്പോൾ അബൂദർ എന്നെ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചു, എൻ്റെ ഉമ്മാനെ ആക്ഷേപിച്ചു, എന്നെ ആക്ഷേപിച്ചു. എനിക്ക് വേദനയുണ്ട് നബിയെ എന്ന് ബിലാൽ റളിയല്ലാഹു പറഞ്ഞു. ബിലാൽ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അബൂദറിനെ വിളിച്ചു വാ. അബൂദറിനെ റസൂലുള്ളാഹി വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു, അബൂദർ, ബിലാലിനെ പറ്റി താങ്കൾ ഇങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. ആ നബിയെ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ അബൂദറിനോട്, അബൂദറേ, താങ്കളിലെ ജാഹിലിയത്ത് വിട്ടിട്ടില്ല അബൂദറേ, താങ്കൾ പൂർണ്ണനായ മുസ്ലിം ആയിട്ടില്ല അബൂദറേ. നോക്കണേ. എന്നിട്ട് അബൂദർ അൽ ഗഫാരി ബിലാലിന് തല വെച്ചു കൊടുക്കുകയാണ് മണ്ണിൽ, മുഖം ഇങ്ങനെ കമഴ്ത്തിയിട്ട് മണലിൽ വെച്ചു കൊടുത്തു. നീ എൻ്റെ കവിളത്തൊന്ന് ചവിട്ട്, ഇവിടെ നീ ഒന്ന് ചവിട്ട്, എൻ്റെ മുഖമൊന്ന് മണലിൽ പിന്നെ പതിഞ്ഞുകൊള്ളട്ടെ, ഞാനിങ്ങനെ പറഞ്ഞു പോയി ക്ഷമിക്കണം. നോക്കണം, അവരുടെ പശ്ചാത്താപം നോക്കണം. ബിലാലിനെ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചു പോയതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ട്രീറ്റ് ചെയ്ത രീതി കണ്ടോ നിങ്ങൾ? എത്ര മനോഹരമാണ്. അപ്പോൾ കറുത്തതും വെളുത്തതും ഒക്കെ അള്ളാഹിന്റെ തീരുമാനമാണ്. നമ്മളോട് ആരോടും ചോദിച്ചിട്ടല്ല അള്ളാഹു നമ്മളെ പഠിച്ചത്. നമുക്ക് അള്ളാഹു ഒരു ജീവിതം നൽകി. വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, എന്താണെന്നറിയോ? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നോക്കണേ, അല്ലാഹ് പറയാ, മനുഷ്യരെ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളെ അള്ളാഹു വർഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചത് എന്തിനാ? ഖബായിലകളാക്കിയത് എന്തിനാ? ഗോത്രങ്ങളാക്കിയത് എന്തിനാ? ലിതഅറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാ. എന്നാൽ അള്ളാഹിന്റെ മുമ്പിൽ നിങ്ങളിൽ ആരാ ഏറ്റവും കേമൻ? അള്ളാഹുവിന്റെ മുമ്പിൽ ആരാ ഏറ്റവും ആദരണീയൻ? കറുത്തവനാ, വെളുത്തവനാ, ദരിദ്രനാ, സമ്പന്നനാ, കോടീശ്വരനാണോ? ആണോ? എഞ്ചിനീയർ ആണോ? ഡോക്ടറാണോ? പാശ്ചാത്യനാണോ? പരസ്ഥനാണോ? അല്ല. പിന്നെ ആരാ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മനുഷ്യന്റെ ജീവിതത്തിലെ സൂക്ഷ്മതാബോധമാണ് അള്ളാഹുവിങ്കൽ ഒരു മനുഷ്യൻ ഏറ്റവും സ്വീകാര്യനാവുക. അപ്പം നമുക്ക് ആലോചിക്കാനുള്ളത് എന്താ? ഞാൻ കറുത്താലും വേണ്ടിയില്ല, വെളുത്താലും വേണ്ടിയില്ല. വെളുത്ത ശരീരത്തിൽ കറുത്ത ഹൃദയം ഉണ്ടാവും, കറുത്ത ശരീരത്തിൽ വെളുത്ത ഹൃദയം ഉണ്ടാവും അല്ലേ? അങ്ങനെയാ നമ്മൾ ആളുകളെ പറ്റി പറയാ, അയാളുടെ കറുത്ത ശരീരം പോലെ തന്നെ ഹൃദയവും കറുത്തതാ, അയാളുടെ ശരീരം വെളുത്തതാണെങ്കിലും ഹൃദയം കറുത്തതാ അല്ലേ? അങ്ങനെയല്ലേ പറയാ? എല്ലാവരും ഈ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളും ചിന്തിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്കൊരു ജീവിതം നൽകി. ഖുർആനിന്റെ ഒരു ചോദ്യം, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. സൂറത്ത് ഇൻസാൻ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് ഖുർആനിൽ. ഇൻസാൻ മായന മനുഷ്യൻ, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അധ്യായം, 76-ാമത്തെ അധ്യായം. ഇതിൽ 1-ാമത്തെ വചനം തന്നെ എന്താ അറിയോ? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. പറയപ്പെടാൻ ഒന്നുമല്ലാത്തൊരവസ്ഥ മനുഷ്യരെ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ?
ഇല്ലേ? ഇന്ദ്രിയം പോലും അല്ലാത്തൊരു കാലം, മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞായി രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം, അല്ലെ? പിതാവിന്റെ ബീജത്തിലെ, അല്ലെ, പിതാവിന്റെ ഇന്ദ്രിയത്തിലെ ബീജം പോലും അല്ലാത്ത ഒരു കാലം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ? വല്ലാത്തൊരു ചോദ്യമാണ്. ഹല്ലതാലൽ ഇൻസാൻ ഹീനും മിനദ്ദഹർ ലം യകും ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. അംശാജിൻ, മിശ്രിതമായ ഒരു ഇന്ദ്രിയത്തുള്ളി, സ്ത്രീയുടെയും പുരുഷന്റെയും മിശ്രിതമായ കൂടിച്ചേർന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് മനുഷ്യ നിന്നെ സൃഷ്ടിച്ചില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്, അല്ലേ? അങ്ങനെ സൃഷ്ടിച്ച് അള്ളാഹു നമുക്കൊരു ജീവിതം നൽകി. എന്നിട്ട് അള്ളാഹു പറയാണെന്ത്? ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. പൊന്തി നിൽക്കുന്ന രണ്ട് മാർഗം, ഒന്ന് തൗഹീദിൻ്റെതാണ്, മറ്റൊന്ന് സുന്നത്തിൻ്റെതാണ്. സുന്നത്തിന്റെ മാർഗം, തൗഹീദിന്റെ മാർഗം, അധർമ്മത്തിന്റെ മാർഗം, ലലാലത്തിന്റെ മാർഗം, അനീതിയുടെ മാർഗം, ശിർക്കിന്റെ മാർഗം ഈ ലോകത്ത് നിലനിൽക്കുകയാണ്. ഒന്ന് തൗഹീദാണെങ്കിൽ മറ്റൊന്ന് ശിർക്കാണ്, ഒന്ന് സുന്നത്താണെങ്കിൽ മറ്റൊന്ന് ബിദ്അത്താണ്, ഒന്ന് ധർമ്മമാണെങ്കിലോ മറ്റൊന്ന് അധർമ്മമാണ്, ഒന്ന് ധർമ്മത്തിന്റെ വഴി മറ്റൊന്ന് അധർമ്മത്തിന്റെ വഴി, ഒന്ന് ശരിയുടെ വഴിയാണെങ്കിൽ മറ്റൊന്ന് തെറ്റിന്റെ വഴിയാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറാ വ ഇമ്മാ കഫൂറാ. പൊന്തി നിൽക്കുന്ന രണ്ട് മാർഗം വ്യക്തമാണ് ഇവിടെ. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരിയും തെറ്റും ഇവിടെ പ്രകടമാണ്, വളരെ വ്യക്തമാണ്. എന്നിട്ട് അല്ലാഹ് പറയാണെന്ത്? ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നന്ദിയുള്ളവനായിട്ടും നിനക്ക് ജീവിക്കാം, നന്ദി കെട്ടവനായിട്ടും നിനക്ക് ജീവിക്കാം. രണ്ടിനുള്ള അവകാശം നിനക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ നീ എന്നിലേക്കാ മടങ്ങി വരിക, ഓർക്കണം എന്ന് 76-ാം അധ്യായം സൂറത്ത് ഇൻസാൻ 1 മുതൽ 3 വരെയുള്ള വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ ഇവിടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ നമുക്ക് വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താ? നിങ്ങൾ നോക്ക്, നമ്മുടെ ചുറ്റുപാടുകളിൽ ലോകത്ത് ധാരാളം, നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ചങ്ങാതിമാരൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. നമുക്ക് ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. പല സുഹൃത്തുക്കളും ഉണ്ടാവും നമുക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഹൈന്ദവരിൽപ്പെട്ട സഹോദരന്മാരുണ്ടാവും, ക്രിസ്ത്യാനികളിൽപ്പെട്ട സഹോദരന്മാരുണ്ടാവും, ഭൗതിക പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന, അതായത് മനുഷ്യന്റെ ജീവിതം ഈ ലോകത്തോടുകൂടി അവസാനിക്കുമെന്നും പിന്നെ ഒരു ജീവിതമില്ലെന്നും മരണാനന്തരം ഒരു ജീവിതം എന്നത് ഒരു വഞ്ചനയുടെ ലോകമാണെന്നും അങ്ങനെ ഒരു ലോകം വെറുതെ പറയുകയാണെന്നും വിശ്വസിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്, ഇല്ലേ? ഒരുപാട് ആളുകളില്ലേ? ഭൂരിപക്ഷം ആളുകൾ ഏതാ? ഭൂരിപക്ഷം ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, പടച്ചതമ്പുരാനിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെന്ന് വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കുക, അല്ല, നിങ്ങൾ സത്യസന്ധനായി ജീവിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്ത് പെണ്ണപ്പെട്ട നിങ്ങളോടൊപ്പമുള്ള ആദർശം വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അക്രമവും അരാജകത്വവും കാണിച്ച് കോടികൾ സമ്പാദിച്ച് വലിയ ഐശ്വര്യത്തിലും സുഖലോലുപതയിലും ജീവിക്കുന്നു, ആ വ്യക്തിയും സത്യത്തിന് വേണ്ടി ജീവിച്ച് കഷ്ടപ്പെട്ട നിങ്ങളും മരണത്തോടുകൂടി തുല്യമാകുമെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ പൊരുളെന്ത്, മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥമെന്ത് എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾ ചോദിച്ചു നോക്ക്. ഞാൻ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു സംഭവമാണ് കാർൽ മാർക്സിനെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണ്ടു. അദ്ദേഹം ജയിലറകളും കോടതി വരാന്തകളും കയറിയിറങ്ങി. എംഗൽസ് ഇല്ലായിരുന്നുവെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചു പോകുമായിരുന്നു കാർൽ മാർക്സ് എന്ന് അവരുടെ ജീവിത ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എംഗൽസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ആശ്വാസം. അദ്ദേഹത്തിന്റെ മകൻ 8 വയസ്സുകാരനായ മുഷ് എന്ന ഓമന പേരിൽ വിളിക്കുന്ന കുട്ടി മരിച്ചപ്പോൾ എംഗൽസിന് കത്തെഴുതി, ഞാൻ എന്തു പറഞ്ഞ് സമാധാനിക്കും എങ്കിൽ എൻ്റെ മോൻ എന്ന് വിതുമ്പിക്കരയുന്ന രംഗമുണ്ട്. ഒരുപാട് നൊമ്പരങ്ങളെ ഏറ്റുവാങ്ങിയ അദ്ദേഹം ചാരുകസേലയിലിരുന്നാ മരിച്ചത്. ലോക സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത യൗവനവും വാർദ്ധക്യവും ജീവിതവും ഒക്കെ കഴിഞ്ഞുപോയ കാർൽ മാർക്സ് എന്ത് നേടി ഈ ഭൂമുഖത്ത്? എന്നാൽ അതേ പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ട കേരളത്തിലെ പല ആളുകളെയും നിങ്ങളിന്ന് നോക്ക്, കോടീശ്വരന്മാരാണ് അവർ. എവിടെയൊക്കെയാണ് അവർക്ക് സ്വത്തുള്ളത് അവർക്കറിയില്ല. ഈ രണ്ടുപേരും മരണത്തോടുകൂടി തുല്യമാകുകയോ, ഒരേ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ഈ രണ്ടുപേരും മരണത്തോടുകൂടി തുല്യമാവുകയോ, എന്താണ് ഇതിന്റെ അർത്ഥം? മഹാത്മാഗാന്ധിയെ, രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന ഗോഡ്സെയും ഗാന്ധിജിയും, കൊല്ലപ്പെട്ട ഗാന്ധിജിയും കൊന്ന കൊലയാളിയും മരണത്തോടുകൂടി തുല്യം എന്ന് പറയുന്ന ജീവിതത്തെ മനുഷ്യർ അപഗ്രഥിച്ച് പഠിക്കേണ്ട വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ജീവിതത്തിൽ മരണത്തിന് ശേഷമുള്ളൊരു ജീവിതം ബോധ്യപ്പെട്ട പിന്നെ തിരിച്ചു പോരാൻ സാധ്യമല്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മനുഷ്യൻ ആലോചിക്കണം, എന്ത്, ഞാനിപ്പോൾ ഉണ്ട്, ഇന്ന ആളുടെ മകനാണ്, എന്നാൽ അതൊന്നും പറയാത്തൊരു കാലം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിരുന്നു. 37 വയസ്സുള്ള ഞാൻ
40 കൊല്ലങ്ങൾക്ക് മുമ്പ്, അല്ല 38 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്റെ മാതൃക പോലും ലോകത്തുണ്ടായിരുന്നില്ല, അല്ലെ? എന്റെ മാതൃക പോലും ലോകത്തുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്നെ സൃഷ്ടിച്ചു, എന്റെ മുഖം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. നോക്കണേ നിങ്ങൾ, ലോകത്ത് 714 കോടി മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഈ 714 കോടി മനുഷ്യരുടെയും മുഖം വ്യത്യസ്തമല്ലേ? അല്ലേ? ആർക്കെങ്കിലും മുഖത്തിന് സാദൃശ്യത ഉണ്ടോ? ഒരാളെ 7 പേര് ഒരാളെ പോലെ ഉണ്ടാവുന്ന അല്ല. നോക്കിയാൽ വ്യത്യാസം കാണാം. ശരിക്കും നോക്കിയാൽ ഇരട്ട കുട്ടികളെ പോലും നോക്കിയാൽ വ്യത്യാസം കാണാം, അല്ലേ? ട്വിൻസിനെ പോലും നമുക്ക് വ്യത്യാസം കാണാൻ കഴിയും. ആരുടെ മുഖവും ആരെ പോലെയും അല്ല, അല്ലേ? ഈ 714 കോടി മനുഷ്യരെയും അള്ളാഹു വ്യത്യസ്തരാക്കി സൃഷ്ടിച്ചു. സൂറത്ത് ഖിയാമയിലെ 75-ാം അധ്യായത്തിൽ വല്ലാത്തൊരു പരാമർശം ഖുർആൻ നടത്തുന്നുണ്ട്. അക്കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പഠിപ്പിച്ചപ്പോൾ മക്കയിൽ ഉണ്ടായിരുന്ന നിരീശ്വരവാദികൾ, കുറച്ച് നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു മക്കയില്. ബാക്കിയുള്ളവർ ഭൗതിക വിശ്വാസികളായിരുന്നു, പല ടൈപ്പ് ആളുകളായിരുന്നു. അള്ളാഹുൽ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ മരണാനന്തരല്ല, അള്ളാഹ് ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കില്ല എന്ന് വിശ്വസിച്ചവർ. അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ, മരണാനന്തര ജീവിതത്തെ നിഷേധിച്ച ആളുകൾ, മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടില്ല എന്ന് വിശ്വസിച്ച ആളുകൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് അള്ളാഹു എടുത്ത് ഉദ്ധരിക്കുകയാണ് ഖുർആനിൽ. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. എന്താ പ്രശ്നം എന്നറിയോ? ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുകയാണ്. സംശയാലുക്കളാണ് അവർ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിനെ കുറിച്ച് അവരാരാണ്? അവർ സംശയാലുക്കളാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, ആലോചിക്കണം, ഗൗരവമായി തന്നെ ചിന്തിക്കണം. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിനെ കുറിച്ച് അവർ സംശയാലുക്കളാണ്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ ചോദിക്കണം അല്ലാഹു. എന്നിട്ട് അവരിൽ ഒരു വിദ്വാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നു, ഒരാള്. എന്നിട്ട് മരിച്ചുപോയ എല്ലായ ഒരു മനുഷ്യന്റെ എല്ല് കയ്യിലിട്ടിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട്, അയാളിങ്ങനെ കയ്യിലിട്ട് പൊടിച്ചിട്ട് നബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരൊറ്റ ഊത്ത് വെച്ച് കൊടുത്തിട്ട് നബീനോട് ചോദിക്കുകയാണ്. ഖുർആൻ ആ സംഭവത്തെ പുരസ്കരിച്ചിട്ട് സൂറത്ത് ഖിയാമ 75 പറയാം. എന്ന് ഊതിയിട്ട് അവൻ ചോദിക്കുകയാണ്, എന്ത്? ഈ നുരുമ്പി എല്ലായി വെണ്ണീരായി അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്ന ഇത് മുഹമ്മദെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നാണോ നീ പറയുന്നത്? ഇതൊരു മടയ സിദ്ധാന്തമല്ലേ മുഹമ്മദേ? അപ്പൊ അള്ളാഹു തിരിച്ചു ചോദിക്കാൻ പറഞ്ഞു. പടച്ചവൻ തിരിച്ചു ചോദിക്കാൻ പറഞ്ഞു 2-3 സ്ഥലങ്ങളിൽ. ഒന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു ചോദിക്കണം, അല്ല ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അല്ലാഹുവിന്റെ ചോദ്യത ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യൻ ഇങ്ങോട്ട് ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹ്. വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പഴഞ്ചം പറഞ്ഞു പോവല്ല ഖുർആൻ. മനുഷ്യന്റെ ബുദ്ധിയോട് ശരിക്കും സംവദിക്കുകയാണ്. നോക്കൂ, 14 നൂറ്റാണ്ട് മുമ്പാണ് ഖുർആൻ ഇക്കാര്യം പറയുന്നത്. 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാന്റെ ചോദ്യം എന്താ അറിയോ? ലോകത്ത് ഒരു മനുഷ്യന്റെ വിരലടയാളവും മറ്റൊരാളെ പോലെ ഇല്ല എന്ന നിലയിൽ നിങ്ങളെ സൃഷ്ടിച്ച ഞാനാ പറയുന്നത്, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. എങ്ങനെ? ലോകത്ത് 714 കോടി മനുഷ്യരുടെയും ഫിംഗർ പ്രിന്റ് വേറെ. ലോകത്ത് ഇന്ന് വരെ നിങ്ങൾ ചിന്തിക്കണം, 14 പിന്നിട്ടു ഇസ്ലാം. ഈ 14 നൂറ്റാണ്ടിനിടയിൽ ഇതാടാ ഖുർആൻ പൊളിഞ്ഞ്, ഇതാടാ വിശുദ്ധ ഖുർആൻ പൊളിഞ്ഞ്. കാരണം ഖുർആനിൽ പറയുന്നുണ്ട് എല്ലാവരുടെ വിരലടയാളവും വ്യത്യസ്തമാണ്. കണ്ടോ, 5 ആളുടെ വിരലടയാളം ഒരേപോലെ. ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? 14 പിന്നിട്ട്. എന്ത് മനസ്സിലായി? 14 നൂറ്റാണ്ട് ഇപ്പുറത്തായാലും ഇനിയൊരു 14,000 നൂറ്റാണ്ട് അങ്ങ് പോയാലും മനുഷ്യന്റെ വിരലടയാളം വ്യത്യസ്തമായി സൃഷ്ടിക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾക്കല്ലാതെ ഇത് പറയാൻ കഴിയും. ചിന്തിക്കണം. ഇവിടുന്ന് വെറുതെ എണീറ്റ് പോരുത്, ഈ പള്ളിയിൽ നിന്ന് വെറുതെ എണീറ്റ് പോരുത്. ആലോചിക്കണം, എന്താ പറഞ്ഞത് അല്ലാഹു ഖുർആൻ? ഒരു മനുഷ്യന്റെ വിരലടയാളവും മറ്റൊരാളെ പോലെയല്ല. ഞാൻ ചോദിക്കണം, ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്ന ഈ ശാസ്ത്രം, കൈരേഖാ ശാസ്ത്രം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ നൂറ്റാണ്ട് മുമ്പ് എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിട്ടില്ലാത്ത, സയൻസ് കോളേജ് പഠിച്ചിട്ടില്ലാത്ത, രേഖാശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത റസൂലുള്ള മനുഷ്യർക്ക് ഓതിക്കൊടുത്ത ഖുർആനിൽ, 14 നൂറ്റാണ്ട് മുമ്പുള്ള ഖുർആനിൽ ഒരു മനുഷ്യന്റെ വിരലടയാളവും മറ്റൊരാളെ പോലെയല്ല. 10 മക്കളുടെ വിരലടയാളം വ്യത്യസ്തം. എനിക്കിതിൽ ഏറ്റവും ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താ അറിയോ? ഇന്ന് അള്ളാഹു ദക്ഷിണാഫ്രിക്കയിൽ ഒരു കുട്ടിയെ സൃഷ്ടിക്കാൻ, അല്ലെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹ് തീരുമാനിച്ചു എന്ന് വിചാരിച്ചോളൂ. അള്ളാഹ്ക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? കേരളത്തിലെ പുത്തനത്താണിയിലെ ബഷീറിന്റെ വിരലടയാളം ഇതുപോലെ തന്നെയാണല്ലോ.
അതുകൊണ്ട് ഈ ദക്ഷിണാഫ്രിക്കക്കാരൻ്റെ വിരലടയാളവും പുത്തനത്താണിയുള്ളവൻ്റെ വിരലടയാളവും ഒരേപോലെ ആയി പോവോ എന്നൊരു കൺഫ്യൂഷൻ പോലും ആർക്കില്ല, മലിക്കുൽ ജബ്ബാറായ റബ്ബിനില്ല. ഈ ഖുർആനിക വചനം ഇന്ന് വരെ പൊളിഞ്ഞിട്ടുണ്ടോ? എല്ലാവരും പറയണം, എല്ലാ ഭൗതികവാദികളും ചിന്തിക്കണം. വിശുദ്ധ ഖുർആനിന്റെ ഈ വചനം എല്ലാ മനുഷ്യരുടെയും ലോകത്ത് ഇന്ന് വരെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എന്താ? മനുഷ്യന്റെ ഫിംഗർ പ്രിന്റാണ് ഏറ്റവും വലിയ തെളിവ്. പിന്നെയോ ഉമിനീര് എല്ലാവരുടെയും വ്യത്യസ്തമാണ്. ചിന്തിക്കണം, ശരിക്കും അടിവരയിട്ട് ചിന്തിക്കണം. എല്ലാവരുടെ ഉമിനീരും വ്യത്യസ്തമാണ്. ഒരാളുടെ ഉമിനീര് വേറൊരാളുടെ ഉമിനീര് പോലെയല്ല. അല്ല, 5 കാര്യങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു മനുഷ്യനിൽ. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. എവിടെ? സൂറത്ത് അദ്ദാരിയാത്ത് 51-ാം അധ്യായം 21-22 വചനങ്ങളിൽ. നിങ്ങളുടെ ശരീരം ഉണ്ടല്ലോ, ആ ശരീരത്തെ പറ്റി മാത്രം ചിന്തിച്ച പടച്ചോനെ കണ്ടെത്താൻ കഴിയുന്നത്. നിങ്ങളുടെ ശരീരം അത്ഭുതത്തിന്റെ കലവറയാണ്. 14 നൂറ്റാണ്ട് മുമ്പാണെന്ന് പറയുന്നത്. ഹ്യൂമൻ ഫിസിയോളജി പഠിച്ചിട്ടില്ലാത്ത, അനാട്ടമി പഠിച്ചിട്ടില്ലാത്ത, മനുഷ്യ ശരീരത്തിലെ വ്യത്യസ്ത ഘടകങ്ങൾ പഠിച്ചിട്ടില്ലാത്ത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ പറയാനുണ്ട്, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. ഓരോ ദിവസവും മനുഷ്യന്റെ ശരീരം അത്ഭുതത്തോടു കൂടിയാണ് മോഡേൺ സയൻസ് നോക്കിക്കാണുന്നത്. നിങ്ങൾക്കറിയോ, സദ്ദാം ഹുസൈൻ ആണ് എന്ന് ഗുഹയിൽ താമസിച്ചിരുന്ന കാലത്ത് സദ്ദാം ഹുസൈൻ അമേരിക്ക തിരിച്ചറിഞ്ഞത് എങ്ങനെ? ഉമിനീര് ടെസ്റ്റ് നടത്തിയിട്ടാണ്. സദ്ദാം ഹുസൈൻ്റെ ഉമിനീര് തന്നെ, വേറൊരാളോ ഉമിനീരുമല്ല. അത് വേറൊരാൾക്കോ ഉമിനീരില്ല. അതായത് സദ്ദാം ഹുസൈൻ്റെ നാവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീര് പോലെ ഒരു ഉമിനീര് വേറെ ലോകത്തൊരൊറ്റ മനുഷ്യന്റെ നാവിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഒരാളുടെയും ഉമിനീര് മറ്റൊരാളെ പോലെയല്ല. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ശരീരം അത്ഭുതങ്ങളുടെ കലവറയാണ്. നോക്കണം, അത്ഭുതങ്ങളുടെ കലവറയാണ് നിങ്ങളുടെ ശരീരം. ഒരാളുടെ തലമുടിയും മറ്റൊരാളെ പോലെയല്ല. ഒരാളുടെ തലമുടിയും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മുഴുവനും തലമുണ്ടനം ചെയ്ത്, എന്നിട്ട് ഈ പള്ളിയിലെ ഒരു ടൈൽസിൽ എല്ലാവരും മുടി ഇങ്ങനെ കൂട്ടി വെച്ചു. എല്ലാവരും മുടി ഇങ്ങനെ കൂട്ടിയിട്ട് അതെന്നൊരു മുടി ഇങ്ങനെ എടുത്താൽ ഇതിങ്ങനെ ഹൈദർ ഖാന്റെ മുടിയാണ്, ഇത് മുജാഹിദിന്റെ മുടിയാണ്, ഇത് ബഷീറിന്റെ മുടിയാണ് എന്ന് വേർതിരിച്ച് ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്ന് ആലോചിക്കണം. കഴിഞ്ഞില്ല. 4-മത്തത്, മനുഷ്യന്റെ കണ്ണിന്റെ കൃഷ്ണമണി എല്ലാവരുടെയും വ്യത്യസ്തമാണ്. ഒരാളുടെ കണ്ണിന്റെ കൃഷ്ണമണിയും മറ്റൊരാളെ പോലെയില്ല. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിക്കനുസരിച്ച് വാതിലിന് ഡോറ് ലോക്ക് ഉണ്ടാക്കുന്നത്. ആ ലോക്കിന്റെ അടുത്ത് എൻ്റെ കണ്ണിന്റെ കൃഷ്ണമണിക്കനുസരിച്ച് ലോക്ക് ഡിസൈൻ ചെയ്താൽ ഞാൻ വന്നിട്ട് ആ ലോക്കിലേക്ക് നോക്കിയാൽ ലോക്ക് തുറക്കും. നിങ്ങൾ ചെന്നിട്ട് ഇത്ര ഒരു ഉണ്ടക്കണ്ണ് തുറച്ചിങ്ങനെ നോക്കിയാൽ ഓടുന്നു തുറക്കൂല. അതിന് വ്യത്യാസം. അപ്പൊ എല്ലാവരുടെ കണ്ണിന്റെ കൃഷ്ണമണിയും വ്യത്യസ്തമാണ്. പഠിക്കണം, മനസ്സിലാക്കണം. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ശരീരം അത്ഭുതങ്ങളുടെ കലവറയാ മനുഷ്യ എന്നുള്ള പറയാണ്. തീർന്നില്ല, ഒന്നുകൂടിയുണ്ട്. എല്ലാവരുടെ ശരീരത്തിന്റെ ഗന്ധവും വ്യത്യസ്തമാണ്. ഒരാളുടെ ശരീരത്തിന്റെ ഗന്ധവും മറ്റൊരാൾക്കില്ല. സ്വന്തം ഭാര്യയുടെ അടുത്ത് ഭർത്താവല്ലാത്തൊരു പുരുഷൻ കിടക്കുമ്പോഴേക്ക് അവൾക്ക് തിരിച്ചറിയാൻ. മനസ്സിലായോ? ശബ്ദം അനുകരിക്കുക. എൻ്റെ ഇതേ ശബ്ദം ഒരാൾക്ക് മിമിക്രിയിൽ അനുകരിക്കാം, പ്രശ്നമില്ല. നേരെ മറിച്ച് ഒരാളുടെ വിയർപ്പും ഒരാളുടെ ശരീരത്തിന്റെ ഗന്ധവും വേറൊരാൾക്കില്ല. ഒരാളുടെ തലമുടിയും വേറൊരാൾക്കില്ല. ഒരാളുടെ ഉമിനീർ ഗ്രന്ഥിയും വേറൊരാൾക്കില്ല. ഒരാളുടെ കണ്ണിന്റെ കൃഷ്ണമണിയും വേറൊരാൾക്കില്ല. ഒരാളുടെ വിരലടയാളവും വേറൊരാൾക്കില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ എന്ന് അല്ലാഹ് പറഞ്ഞത് ആശ്ചര്യമാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, ഈശ്വരനില്ലെന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം, മരണാനന്തര ജീവിതമില്ലെന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെ കുറിച്ച് എന്ത് ചിന്തിക്കാനാ? എന്ത് അത്ഭുതം ഖുർആനാ? ഒരത്ഭുതവും ഖുർആനില്ല. തിന്നുന്നു, കുടിക്കുന്നു, ഭോഗിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഒരത്ഭുതവും അതിൽ പെടാനില്ല. ഇനി നമ്മൾ ആലോചിച്ചത് നമ്മൾ മുസ്ലിങ്ങളാണ്. എന്നാലും നമുക്ക് പരലോകം ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് പരലോകം, മരണാനന്തര ജീവിതം നമുക്ക് ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ശരിക്കും ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയുടെ തുടക്കത്തിൽ 8-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരു ആയത്തുണ്ട്. എന്തറിയോ? വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. നബിയേ, മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, അന്ത്യദിനത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും. പക്ഷേ വമാ ഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല നബിയേ, അവർ വിശ്വാസികളല്ല. കാരണം എന്താ? എല്ലാ തിന്മക്കും അവരുണ്ട്. നിസ്കാരമുണ്ടോ? ഇല്ല. നിങ്ങൾ ഈ റമദാനിലൊക്കെ ഉള്ള ഒരു അനുഭവം പറയൂ. ഞാൻ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും പള്ളിയിൽ റമദാനിലെ ക്ലാസ് എടുക്കാൻ പോയ സാഹചര്യം ഒത്തുവന്നപ്പോൾ പോയി
പള്ളിയിൽ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ തന്നെ നമ്മുടെ പള്ളിയിൽ പുതിയ കുറേ ആളുകൾ. അപ്പൊ നമ്മൾ വിചാരിക്കുക എന്താ വെച്ചാൽ അള്ള ആകാശത്ത് നിന്ന് റമളാനിൽ മാത്രം പടച്ചുവിടുകയും റമളാൻ കഴിഞ്ഞാൽ അള്ള ആകാശത്ത് നിന്ന് ഉയർത്തുകയും ചെയ്യുന്ന ഒരു ടീമാണ്. ചില ആളുകളൊക്കെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന എന്താ അറിയോ, ഈ ചെങ്ങായി മുസ്ലിം ആയിരുന്നു, ഇവൻ മുസ്ലിം ആയിരുന്നു. കാരണം അയൽവാസിയായി താമസം തുടങ്ങിയിട്ട് ഒരു കൊല്ലാകുക, കഴിഞ്ഞ റമളാൻ കഴിഞ്ഞിട്ടാ താമസിച്ച്. ഈ റമളാൻ ആയപ്പാണ് അതുവരെ വിചാരിച്ച എന്താ അറിയോ, ഓൻ നാട്ടിലെ ബാലന്റെ കൂട്ടത്തിലോ സുരേഷിന്റെ കൂട്ടത്തിലുള്ള ഒരാളാണ്. കാരണം എന്താ, ഓൻ ജീവിതത്തിൽ സലാം പറഞ്ഞിട്ടില്ല, ഓൻ അതാണ് എന്ന് വിചാരിച്ചിട്ട് ഓനോടിട്ട് സലാം പറഞ്ഞിട്ടില്ല, ഒറ്റ വെള്ളിയാഴ്ച ഓനെ പള്ളി കണ്ടിട്ടില്ല, ഒറ്റ വക്തിന് ഓനെ പള്ളി കണ്ടിട്ടില്ല. റമളാനായപ്പോണ്ട് ഓൻ ഒന്നാമത്തെ സ്റ്റെപ്പിൽ. അപ്പൊ ഇങ്ങനെ ഒരു സംശയം, ഒന്നല്ല മുസ്ലിം ആയിട്ട് എങ്ങാൻ വന്നാണോ എന്നൊരു സംശയം അങ്ങനെ വരെ മുസ്ലിങ്ങളെ കുറിച്ച് തോന്നുകയാണ് അല്ലേ. ഇമാം തൊബിരി വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം 61-ാമത്തെ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട്, അതായത് വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായത്തിലെ 61-ാമത്തെ വചനത്തിൽ പറഞ്ഞു, നോക്കൂ അള്ളാഹു പറയണത്, അവരിൽ ഒരു വിഭാഗം ആളുകൾ അവരെ തുടർന്നു വന്നു, എന്നിട്ട് അല്ലാഹു സ്വലാത്ത നമസ്കാരത്തെ അവർ ഉപേക്ഷിച്ചു, അതുപോലെ തന്നെ ദേഹേച്ഛകളെ അവർ പിന്തുടർന്നു. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച നഷ്ടമാണ് അവർക്ക്, നരകമാണ് അവർക്കുള്ളത്. നിസ്കരിക്കാത്ത ഒരു മുസ്ലിം, അതായത് മുസ്ലിമായിട്ട് ജനിച്ചു, നിസ്കരിച്ചില്ല, അല്ല എന്താ പറയുന്നത്, ഓൻ പുതു മുസ്ലിം ആകണമെന്ന്. പഠിച്ചതമ്പുരാൻ നോക്കണേ, ആയത്തിന്റെ ബാക്കി കേട്ടോളിട്ടോ. അതായത് 2 കാര്യത്തിനാണ് അള്ളാഹു ഈ വിഷയം ഖുർആനിൽ പറഞ്ഞത്, വേറൊരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. 2 കാര്യത്തിന്. ഒന്ന്, അള്ളാഹു അല്ലാത്തവരോട് ഒരാൾ പ്രാർത്ഥിച്ചു, പടച്ചോനല്ലാത്ത ഒരു അമ്പിയാവിനോടോ ഔലിയാവിനോടോ ഒരാൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അതിനെപ്പറ്റി പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞ എന്താ അറിയോ, ഓന് വീണ്ടും വിശ്വസിക്കണം, ഓന് വീണ്ടും ഇസ്ലാം ആകണം. ഒരു വ്യഭിചരിച്ചാൽ വീണ്ടും ഇസ്ലാം ആകണം എന്ന് പറഞ്ഞിട്ടില്ല. വ്യഭിചരിക്കുന്ന സമയത്ത് ഓൻ്റെ ഈമാൻ ഓൻ്റെ തലന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കും, വ്യഭിചാരം കഴിയുമ്പോൾ ഈമാൻ ഓനിലേക്ക് ഇറങ്ങി വരും. റസൂൽ പറഞ്ഞ അങ്ങനെ. പക്ഷേ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാലോ ഓൻ ഇസ്ലാം എന്ന് പുറത്തേക്കാട്ട് പോകും, പിന്നെ ഇസ്ലാമിൽ വരണേ ഓൻ വീണ്ടും മുഅ്മിനാകണം. ഇത് ഞാൻ വെറുതെ പറയല്ല, നിസ്കാരമല്ല ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് നിസ്കാരമല്ല. ഇമാം തൊബരി അദ്ദേഹത്തിന്റെ തഫ്സീർ തൊബരിയിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഗൗരവമായി മനസ്സിലാക്കണം. നിസ്കാരം ഉപേക്ഷിച്ച ഒരുവനെ പറ്റി അള്ള പറഞ്ഞെടുത്ത് പിന്നെ പറഞ്ഞെന്തറിയോ, ഇല്ലാമൻ താബ വആമന വഅമില സ്വാലിഹാ. നോക്കൂ അള്ള പറയാണെന്ത്, അവൻ പശ്ചാത്തപിച്ചാൽ മാത്രം പോരാ, പിന്നെ ഓൻ ഈമാൻ പുതുക്കുകയും കൂടി വേണം. ഓൻ ഈമാൻ പുതുക്കണോ, ഈമാൻ പുതുക്കിയിട്ട് വേണോ പിന്നെ അതിലേക്ക് വരാൻ. അപ്പൊ നിസ്കാരം ഉപേക്ഷിച്ച ഒരു മുസ്ലിം 5-8 കൊല്ലോ 10 കൊല്ലോ നിസ്കരിക്കാത്ത ഒരുത്തൻ, അല്ലെ 50 കൊല്ലം നിസ്കരിക്കാത്ത ഒരുത്തൻ, ഞാൻ മുമ്പ് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാറിന്റെ കാര്യമല്ല, ഓൻ ഈമാനിലേക്ക് തിരിച്ചു വരണം അല്ല പറയണം. എന്നാൽ ഇതോടൊപ്പം വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിലെ 68-ാമത്തെ വചനം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം, നിങ്ങൾ കേട്ടോളൂ. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ അറിയോ, അത് ഇതാണ്, കേട്ടോളൂ, ഞാൻ പറഞ്ഞു തരാം. ഇതാ, والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. എന്നിട്ട് അല്ലാഹു പറയാണെന്തേ, അതിനെ തുടർന്നിട്ട് പറയാൻ ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹാ. നോക്കൂ അവിടെയും അല്ലാഹു പറഞ്ഞത് എന്താ, അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാണ്. അല്ലാഹു പറയാണ് 9 ഗുണം പറഞ്ഞു അല്ലാഹു. ഒരു യഥാർത്ഥ പടച്ചോന്റെ ദാസന് 9 ഗുണമുണ്ട് എന്ന് പറഞ്ഞു. അതിലൊരു ഗുണം എന്താ, അവൻ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അല്ലാത്ത അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുന്ന ഒരു ഗുണം അവനുണ്ട് എന്നല്ല അള്ള പറഞ്ഞു. പിന്നെ എന്തേ അള്ള പറഞ്ഞത്, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. ഖുർആൻ എന്താ പറയുന്നത്, വല്ലദീന ലാ യദൂന മഅല്ലാഹി ഇലാഹൻ ആഖറ. അള്ളാഹുവിനോടൊപ്പം വേറൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവർ ഉണ്ടോ. അള്ളാഹിനെ വിട്ടിട്ട് എന്നല്ല. നമ്മുടെ മുസ്ലിങ്ങളിൽ ആളുകൾ എന്താ പറയാ, ഞങ്ങൾ അള്ളാഹിനെ വിട്ടിട്ടില്ലല്ലോ, ഞങ്ങൾ അള്ളാഹിനോട് മഗ്‌രിബിന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതോടൊപ്പം ഞങ്ങൾ മഹാനായ മൊയ്തീൻ ശൈഖിനോടും പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ള എന്താ പറഞ്ഞത്, പ്രസംഗം കേൾക്കുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നാട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പടച്ചോന്റെ കലാമാണ്. ഏതെങ്കിലും ഒരു സംഘടനന്റെ പള്ളിയിൽ അള്ള പ്രത്യേകമായി ഇറക്കി തന്ന ഖുർആനിലെ കലാമല്ല, അള്ളാഹിന്റെ കലാമാണ്. വല്ലദീന ലാ യദൂന മഅല്ലാഹി ഇലാഹൻ ആഖറ. അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവൻ. വല്ലാത്തൊരു പ്രയോഗമാണത്. അതാണ് യഥാർത്ഥ എൻ്റെ ദാസന്റെ പ്രത്യേകത. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടിമയുടെ പ്രത്യേകത എന്താ, മൊയ്തീൻ ശൈഖിനോട് ദ്വയർക്കുന്നല്ല, മമ്പർന്നങ്ങളോട് പ്രാർത്ഥിക്കുന്നല്ല, അവൻ എന്നോട് മാത്രമേ പ്രാർത്ഥിക്കൂ. എന്നോടൊപ്പം അവൻ ഒരാളെയും പ്രാർത്ഥിക്കുകയില്ല. കണ്ടോ, എന്നോടൊപ്പം അവൻ വേറൊരാളെയും പ്രാർത്ഥിക്കുകയില്ല എന്നാണ്
ആര് പറയുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നു. ഇനി അഥവാ അങ്ങനെ അല്ലാത്തവരോടും പ്രാർത്ഥിച്ചു, അതോടുകൂടി അവൻ എന്തായി? ഇസ്ലാമെന്ന് പുറത്തുപോയി, കാഫറും മുശ്രിക്കുമായി. അപ്പൊ അവൻ എന്ത് ചെയ്യണം? ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹൻ. കണ്ടോ? പിന്നെ അവൻ വിശ്വസിക്കണം, എന്നിട്ട് തൗബ ചെയ്യണം, എന്നിട്ട് അമലു സ്വാലിഹാത്ത് ചെയ്യണം. അപ്പൊ അവന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കും എന്ന് അള്ളാഹു പറയാൻ. അതാണ് വമൻ താബ വ അമില സ്വാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പൊ അവന്റെ തൗബ കൃത്യമായി അള്ളാഹു സ്വീകരിക്കും എന്ന് പടച്ചതമ്പുരാൻ പറയാൻ. ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങിപ്പോവാൻ. മരണാനന്തര ജീവിതത്തിന്റെ സംഭവ്യതയെ നിഷേധിക്കുന്ന ആളുകളാണ് ലോകത്ത് ഭൂരിപക്ഷം ആളുകളും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഗർഭപാത്രത്തിൽ വളരുന്ന കുട്ടി, ഗർഭപാത്രത്തിൽ 8 മാസം പ്രായമായ ഒരു കുട്ടി, ശരിക്ക് ചിന്തിക്കണം. ഈ ഒരു പോയിന്റ് മറക്കാതെ മനസ്സിൽ നോട്ട് ചെയ്യണം. എല്ലാവരും നോട്ട് ചെയ്യണം. എന്താ അത്? 8 മാസം പ്രായമായ ഗർഭപാത്രത്തിൽ ഒരു കുട്ടിയുടെ അടുത്തേക്ക് ഭൂമി ലോകത്ത് നിന്ന് ഭൂമിയൊക്കെ കണ്ട് ഈ ലോകത്ത് ജീവിച്ച ഒരാള് ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കാൻ. ഇതൊരു സാങ്കല്പിക സംഭവമാണ്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ, പഠിക്കാൻ ഉദാഹരണ സഹിതം പറയാൻ. ഗർഭപാത്രത്തിലേക്ക് ഒരാൾ ചെന്നു, എന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു, മോനെ, നീ ഗർഭപാത്രമാകുന്ന ലോകത്താണ്, ഇതിനപ്പുറത്തൊരു ലോകമുണ്ടോ? അവൻ പറഞ്ഞു, ഏയ്, ഇതിനപ്പുറത്തൊരു ലോകോ? നീണ്ട 8 മാസമായി ഞാൻ ഈ പൊക്കിൾക്കൊടിയിൽ, ഈ ആംനിയോ കോറിയോൺ പാടക്കുള്ളിൽ ഇരുണ്ട ഒരു ഗുഹക്കകത്ത്, ഇതിനപ്പുറത്തൊരു ലോകോ? ഞാൻ വിശ്വസിക്കില്ല. അവന്റെ ചോദ്യം എന്താണെന്നറിയോ? ഈ ഗർഭപാത്രത്തിനപ്പുറത്തൊരു ലോകം ഉണ്ട് എന്ന്. അങ്ങനത്തെ ഒരു ലോകത്ത് പോയിട്ട് ആരെങ്കിലും ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ? ചിന്തിക്കണേ. ഈ പോയിന്റ് ഒരിക്കലും മറക്കരുത്. പരലോകത്തിന്റെ സംഭവ്യതയെ ഇതിനേക്കാൾ ബോധ്യപ്പെടുത്താൻ ഒരു ഉദാഹരണം വേറല്ല. ആലോചിക്കണേ. ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് ഒരാൾ പറയണെന്ത്? ഞാൻ ഭൂമി ലോകത്ത് 30 കൊല്ലമായി ജീവിക്കുന്നത്. ഈ ഗർഭപാത്രത്തിനുള്ളിൽ ഞാൻ ജീവിച്ചപ്പോൾ ഞാനൊരു നിഷേധിയായിരുന്നു. അല്ലെ, ഇതിനപ്പുറത്തൊരു ലോകമല്ല, ഇതിന്റെ അപ്പുറത്തേക്കൊരു ലോകമല്ല, ഇത് തന്നെയാണ് ലോകം എന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു ഞാൻ. അന്നൊരു ദൂതം വന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. അതുകൊണ്ട് ദുനിയാവ് ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇടങ്ങേറുണ്ടായി. എന്നിട്ട് ഈ ദൂതം പറഞ്ഞു കൊടുക്കുകയാണെന്ത്? എടാ, ഈ ഗർഭപാത്രത്തിനപ്പുറത്തൊരു ലോകമുണ്ട്. അവിടെ കടലുണ്ട്, കാട്ടാറുകളുണ്ട്, കാനനമുണ്ട്, സപ്താകാശങ്ങളുണ്ട്, സപ്തസാഗരങ്ങളുണ്ട്, സപ്തഭൂമിയുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളുടെയും ലോകമുണ്ട്. വിശാലമായ ഒത്തിരി പോന്ന ഗർഭപാത്രത്തിൽ നിന്ന് ഒത്തിരി പോന്ന ഒരു ലോകത്തേക്കാണ് നീ പ്രവേശിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. ഗർഭപാത്രത്തിലെ കുട്ടി, ഇങ്ങനെ ഒരു ലോകോ? ഒരൊറ്റ കുട്ടിയും ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തുപോയിട്ട് ആരെങ്കിലും തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതല്ലേ യുക്തിവാദികൾ ചോദിക്കണേ. മരിച്ചതിന് ശേഷം ആരെങ്കിലും കബറിന്ന് എണീറ്റ് വന്ന് ഇങ്ങനൊരു ലോകം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ 2 വരയിടണം. എന്താ? ഗർഭപാത്രത്തിനപ്പുറത്തൊരു ലോകം കണ്ടില്ല എന്നതുകൊണ്ട്, ഈ ലോകത്ത് നിന്ന് ആരും ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു ചെന്നില്ല എന്നതുകൊണ്ട്, ഈ ആകാശവും ഭൂമിയും ലോകവും 10 മാസം കഴിഞ്ഞാൽ അവൻ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരാതിരിക്കോ? അവൻ നിഷേധിച്ച ഒരു ലോകത്തെ അവൻ സാക്ഷ്യം വഹിക്കാതിരിക്കോ? ഒന്നുമില്ലായ്മയിൽ നിന്ന് അവനെ സൃഷ്ടിച്ചു എന്നുള്ളത് എന്നെന്താ? ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെ റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ വീണ്ടും ഉയർത്തി നിൽക്കാൻ ആ റബ്ബിന് പണിയുണ്ടോ? ഞാനിപ്പോ ഉണ്ട്. ഇന്ദ്രിയം പോലും അല്ലാത്ത കാലത്ത് എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ചു. പിന്നെയാണോ ഞാൻ ഇക്കോലത്തിലായി? അത് കണ്ടകള്, ഈ സ്പീച്ചിങ് സ്റ്റാൻഡ് ആണി വെച്ച് ഉറപ്പിച്ച് ഈ രൂപത്തിലാക്കാൻ, ഇത് മരമായിരുന്ന കാലത്ത്, പ്ലൈവുഡായിരുന്ന കാലത്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരുന്ന കാലത്ത് ആശാരിമാർ ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ 4 കോർണറിൽ നെട്ടും ബോൾട്ട് അയച്ചു വെച്ച് ഇതിന് റീഫിറ്റിംഗ് നടത്താൻ വല്ല പണി ഉണ്ടാവുക ആശാരിക്ക്? ഇത് മുമ്പ് ഉണ്ടാക്കിയതിന്റെ സമയം എടുക്കുമോ ഇത് ഉണ്ടാക്കാൻ ഉണ്ടോ? ആലോചിക്ക്. ഒരു മരം കാട്ടുന്ന് മുറിക്കണം, അത് പാകപ്പെടുത്തി അതിന്റെ മേലെ തൊലി ചെത്തിക്കളയണം, എന്നിട്ട് അത് ഇത്ര സ്ക്വയർ ഫീറ്റില് അല്ലെങ്കിൽ ഇത്ര അടി, ഇത്ര കുവീക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണം. മില്ല് കൊണ്ടുവന്ന് പാകപ്പെടുത്തി ആശാരിയുടെ കുത്തനുസരിച്ച് അതിനെ ഈർന്നു മുറിച്ച് പാകപ്പെടുത്തി പലയാക്കണം. എന്നിട്ട് കൊണ്ടുവന്നിട്ട് അതിന് ചിപ്പിലിക്ക് വിധേയമാക്കണം. എന്നിട്ടത് ആശാരിയുടെ കണക്കനുസരിച്ച് കൃത്യമായി മുറിച്ച് കട്ട് ചെയ്ത് കോർണറിലൊക്കെ കട്ടിങ് ഇട്ട് ആണി എടുക്കേണ്ടടുത്ത് അതൊക്കെ കൊടുത്ത് ഒരുപാട് സമയം എടുത്തു. അതേസമയം ഇതിങ്ങനെ 4 ഭാഗത്ത് നിന്ന് ആണി അയച്ചു വെച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് റീഫിറ്റ് ചെയ്യാൻ 2 മിനിറ്റ്. മനുഷ്യൻ എന്താ പറയുന്നത്? ഇക്കോലത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചോന് ഇന്നെ വീണ്ടും ഉയർത്തി നിൽപ്പിക്കാൻ കഴിയില്ല. ലോകത്ത് വിവരമില്ലാത്തവർക്കല്ലാതെ അത് പറയാൻ കഴിയില്ല. മരണാനന്തരം ഒരു ജീവിതമില്ലെന്ന് ഞാൻ പറയട്ടെ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിനാണ് തെളിവ് കൂടുതൽ. മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് പറയാൻ തൊള്ളത്താളമല്ലാതെ ഈ ഭൂമുഖത്ത് വേറെ ഒന്നുമില്ല മനുഷ്യരെ എന്ന് നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ എന്ന് പറഞ്ഞത്, നിങ്ങൾ റബ്ബിലേക്ക് വരും ഒരു നാട്ടക്കുറിയിലേക്ക് ഓടുന്ന പോലെ. അന്ന് നിങ്ങൾ പറയും, സൂറത്ത് യാസീൻ പറയാ,
കാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആലോചിക്കണം എന്താ? കാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ. പള്ളിക്കാട്ടിലെ ശ്മശാനത്ത് നിന്ന് മനുഷ്യർ വൈദൽ ഖുബൂർ ബുസിറത്, വൈദൽ ഖുബൂർ ബുസിറത്, ഖബറുകൾ ഇളക്കി മറിക്കപ്പെടും. അല്ലാഹ് പറയാ, ഖബറുകൾ ഇളക്കി മറിക്കപ്പെടും, സമുദ്രങ്ങൾ പൊട്ടിയൊഴുക്കപ്പെടും, ആകാശം മണ്ട് കീറുക തന്നെ ചെയ്യും, ആകാശം ഉരുകിയ എണ്ണക്കീടം പോലെയാകും. അതെ, ഇന്നഹും യറൗനഹു ബഗീദാ വനറാഹു ഖരീബാ, നിങ്ങളതിനെ വിദൂരത്തായി കാണുകയാണ്. എന്നാണ് ഈ ഖിയാമത്ത്? എന്നാണ് ഈ ലോകാവസാനം എന്നവർ ചോദിക്കുന്നു. നബിയേ പറയുക പ്രവാചക, അതൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും. അതൊരൊറ്റ ശബ്ദം, ഒരട്ടഹാസം, കണ്ണ് ഇമ വെട്ടി തുറക്കുന്ന വേഗത. റസൂല് പറഞ്ഞു ഖിയാമത്ത് നാൾ വരിക കണ്ണ് ഇമ വെട്ടുന്ന വേഗതയിലാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ മുഹമ്മദ് നബി പറയാൻ, ഒരാൾ ഫുട്പാത്തിൽ ഷർട്ട് ഇങ്ങനെ പൊക്കിപ്പിടിച്ചു വില പറയുകയാണ്. റസൂല് പറയാ, അതിങ്ങനെ പൊക്കിപ്പിടിക്കുന്നതിനിടയിൽ ആകാശം അവന്റെ മീതെ പതിക്കാം, ഭൂമി കുലുങ്ങിപ്പോകാം. അതുപോലെ അവന്റെ വീട്ടിൽ അവന്റെ ഭാര്യ അവനെ പാത്രത്തിലേക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് അതിന്റെ ഒരു ഉരുളങ്ങനെ വായിലേക്ക് ഇടാൻ നോക്കുമ്പോ ഭൂകമ്പം ബാധിക്കാം. നോക്കണം നിങ്ങൾ, സുനാമി ഉണ്ടായത് കൊല്ലം കടപ്പുറത്ത് മുക്കുവന്മാരിങ്ങനെ, റസൂലുള്ള പറയാ, മുക്കുവൻ അവന്റെ വലക്കണ്ണി അയക്കുമ്പോൾ സുനാമി ഉണ്ടാകാം. കൊല്ലത്തെ മുക്കുവൻ വലയുടെ കെട്ടഴിക്കവേ സുനാമി വന്നുപോയി. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു വസ്കാലഹാ വഖാലൽ ഇൻസാനു മാലഹാ, ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങുന്ന ദിവസം ഞായറാഴ്ച. നോക്കണേ നിങ്ങൾ, മെറീന ബീച്ചിൽ, മദ്രാസിലെ മെറീന ബീച്ചിൽ ആളുകൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആളുകൾ ഇങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്, 10,000-കണക്കിന് ആളുകൾ വരികയാണ്. അങ്ങനെ 10 മണിക്ക് അല്ലാഹ് പറയുകയാണ്, എനിക്കത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു വചന. അല്ലാഹ് പറയുന്നത് എന്തറിയോ? ആ പട്ടണവാസികൾ, ആ നഗരവാസികൾ, ആ ഗ്രാമക്കാര് അവര് നിർഭയരാണോ? അവര് കളിച്ചുകൊണ്ടിരിക്കവേ അവരെ ആ ശിക്ഷ പിടികൂടും. മെറീന ബീച്ചിൽ ക്രിക്കറ്റ് ഇങ്ങനെ അടിച്ചപ്പാണ് സുനാമി. അടിച്ചു തീരുന്നതിന് മുമ്പ് വൻ മതിലായിട്ടാണ് ഒന്നിച്ച്. എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണോ, 7 ദിവസം മെറീന ബീച്ചിലെ 47 റോഡുണ്ടല്ലോ, 47 NH47, ആ 47 കംപ്ലീറ്റ് മണല് മൂടിപ്പോയി. എന്നിട്ട് 7 ദിവസമാണ് ലോറിയിൽ ആ മണ്ണ് കടത്തി. അറിയോ നിങ്ങൾക്ക്? അറിയോ? അതെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്തോനേഷ്യയിലെ പ്രധാനമന്ത്രി പറയാൻ, ഞാൻ എൻ്റെ ലൈഫിൽ അമ്പരചുംബിയായ കൊട്ടാരത്തെ പോലെ ഞാൻ തിരമാലയെ കണ്ടു. അമ്പരചുംബിയായ കൊട്ടാരത്തെ പോലെ ഇന്തോനേഷ്യയിലാണല്ലോ ഏറ്റവും അപകടം ഉണ്ടായത്. സുമാത്രയിൽ അറിയാലോ, മനുഷ്യനെ എടുക്കാൻ കഴിയില്ല, ആർത്തിരമ്പെന്ന തിരമാലയായി കടന്നു വരിക. ആ ഐനൽ മഫർ, എങ്ങോട്ടാ മനുഷ്യരെ നിങ്ങൾ ഓടുക? എങ്ങോട്ടാ ഓടുക? ഭൂമി മൊത്തമായിട്ട് കുലുങ്ങിയ എങ്ങോട്ടാ ഓടുക? ആരുടെ കൺട്രോളിലായത്? അഹങ്കാരികൾക്ക് യാതൊരു ചിന്തയുണ്ടാവില്ല. പക്ഷേ അല്ലാഹനെ ഓർക്കുന്നവർക്ക്, നിസ്കരിക്കുന്നവർക്ക്, ഇബാദത്ത് ചെയ്തവർക്ക്, പടച്ചവനെ അറിഞ്ഞവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതൊക്കെ. അല്ലാഹ് പറയാൻ, ആകാശം പൊട്ടിപ്പിളരുക തന്നെ ചെയ്യും, ഭൂമി അതിന്റെ കിലുക്കം. അതേ, പർവ്വതങ്ങൾ കടഞ്ഞിട്ട ആട്ടിൻ രോമങ്ങളെ പോലെയാകും. സൂറത്ത് മാരിജിൽ അല്ലാഹ് പറയാ, എന്ത്? ഇന്നഹും യറൗനഹു ബഗീദാ വനറാഹു ഖരീബാ യൗമ തകൂനുസ് സമാഉ കൽമുഹൽ വതകൂനുൽ ജിബാലു കല്ലിഹിൻ. ആകാശത്തെക്കുറിച്ച് അല്ലാഹ് പ്രയോഗിച്ച പ്രയോഗം തന്നെ പടച്ചോനുണ്ടെന്നും ഇസ്ലാമാണ് സത്യം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാ. വതകൂനുസ് സമാഉ കൽമുഹൽ. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? ഉരുകിയ എണ്ണക്കീടം പോലെ, ഉരുകി ഒലിക്കുന്ന ലോഹം പോലെ ആകാശം ഉരുകി ഒലിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്താ ആകാശത്തിൽ? ഒന്നാം ആകാശത്ത് സൂര്യനാണ്, ചന്ദ്രനാണ്, ഗോളങ്ങളാണ്. വകുല്ലും ഫീ ഫലഖി യസ്ബഹൂൻ, കത്തിജ്വലിക്കുന്ന ഗോളങ്ങൾ. ആ ഗോളങ്ങൾ ഉരുകി ഒലിക്കുന്ന എണ്ണക്കീടം പോലെ. നോക്ക്, 14 നൂറ്റാണ്ട് മുമ്പ് ഗോളങ്ങളെക്കുറിച്ച് സമഗ്രമായി അറിയുന്ന ഒരാൾക്കല്ലാതെ ഇങ്ങനെ പറയാൻ കഴിയോ? സൂര്യനെ പറ്റിയും ചന്ദ്രനെ പറ്റിയും പറഞ്ഞപ്പോൾ സൂറത്ത് ഖിയാമയിൽ വജുമി അശ്ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒന്നിച്ചു ചേരുന്ന ഒരു ദിവസം. മോഡേൺ സയൻസ് പറയണം,
സ്റ്റീഫൻ ഹോക്കിംഗ് പറയാണ്, സൂര്യൻ ഇങ്ങനെ അങ്ങോട്ട് വികസിക്കും. ലോകം അവസാനിക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ വികസിച്ച് അതിന്റെ സാന്ദ്രത കുറഞ്ഞ് സൂര്യൻ ചന്ദ്രനിലേക്ക് ഇങ്ങ് വരും. ചന്ദ്രനെ സൂര്യൻ വിഴുങ്ങും. നോക്കണം, ചന്ദ്രനെ സൂര്യൻ വിഴുങ്ങും. 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം മോഡേൺ സയൻസ് പറയണെന്ത്? സൂര്യൻ ചന്ദ്രനെ വിഴുങ്ങും. 14 നൂറ്റാണ്ട് മുമ്പ് സൂറത്ത് ഖിയാമയിൽ പറയാ, വജ്മി അശ്ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒന്നു ചേരുന്ന ദിവസം. എത്ര പെർഫെക്റ്റ് ആണ്! പടച്ചോനല്ലാതെ അങ്ങനെ പറയാൻ കഴിയോ? ആ പരലോകത്തെയാണോ മനുഷ്യ നിഷേധിക്കുന്നത്? അല്ല ഇത്ര കണിശമായി വേറൊരു സ്ഥലത്ത് അല്ല വിശദീകരിക്കാട്ടോ. പരലോകത്തിന്റെ സംഭവ്യതയെ പടച്ചോ മറ്റൊരു സ്ഥലത്ത് വിശദീകരിക്കാൻ. മനുഷ്യനോട് പടച്ചോൻ ചോദിച്ചു, നിങ്ങൾ കളിക്കുന്ന പിച്ച് കണ്ടിട്ടില്ലേ? അതാണ് ചോദ്യം. ഏത്? നിങ്ങൾ ഉണങ്ങി വരേണ്ട ഭൂമി കണ്ടിട്ടില്ലേ? ഫുട്ബോൾ ഗ്രൗണ്ട് കണ്ടിട്ടില്ലേ? വോളിബോൾ ഗ്രൗണ്ട് കണ്ടിട്ടില്ലേ? ക്രിക്കറ്റിന്റെ പിച്ച് കണ്ടിട്ടില്ലേ? ആ ഉണങ്ങി വരേണ്ട പിച്ചിൽ വല്ല ചെടിയുണ്ടോ? വല്ല വിത്തും നിങ്ങൾ ആ മണ്ണ് കളച്ചപ്പോ കണ്ടോ? ഇല്ല, ഒരു വിത്തും നിങ്ങൾ കണ്ടില്ല, ഒരു ചെടിയും നിങ്ങൾ കണ്ടില്ല, ഒരു മരവും നിങ്ങൾ കണ്ടില്ല. എന്നിട്ട് അള്ളാഹു പറയാണെന്ത്? ആ ഭൂമിയിലേക്ക് ഒരു ചാറൽ മഴ പെയ്തിട്ട് അതിൽ നിന്ന് ചെടി മുളയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതാന്റെ ചോദ്യം. എന്നിട്ട് അള്ളാഹ് പറയാണെന്ത്? ബൽദത്തൻ മൈതൻ കദാലികൽ ഖുറൂജ്, മനുഷ്യ ആ ചെടി മുളയ്ക്കുന്ന പോലെ ഒരു മഴ പെയ്യുമെന്നാണ് റസൂൽ പറയുന്നത്. ലോകം അവസാനിക്കും, മനുഷ്യരൊക്കെ ഈ മണ്ണോട് മണ്ണ് ചേരും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്തുർ റഹ്മാൻ 26-27 വചനം, 55-ാം അധ്യായം സൂറത്തുർ റഹ്മാൻ. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിച്ച് ചാമ്പലാവും, എല്ലാം തകർന്ന് തരിപ്പണമാകും. അന്ന് മനുഷ്യനെ റസൂല് പറയാൻ ഒരു ചാറൽ മഴ പെയ്യിപ്പിക്കുന്നതാണ് ലോകം മുഴുവനും അല്ലാഹു. ആ മഴ ഇങ്ങനെ പെയ്തുമ്പോ കദാലികൽ ഖുറൂജ്, നിങ്ങൾ പുറപ്പെടുകയായി. അപ്രകാരമാണ് നിങ്ങളുടെ പുറപ്പെടൽ. ഒരു നാട്ടക്കുറിയിലേക്കെന്ന പോലെ റസൂലുള്ള പറയാണ്. പിന്നെ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ അവര് ഖബറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അവരെ വേഗത്തിലൊരു നാട്ടക്കുറിയിലേക്ക് അവരോടും. അങ്ങനെ ഓടാനുള്ള കാരണം, യമനിൽ നിന്നൊരു തീ പുറപ്പെടും, യമനിൽ നിന്നൊരു അഗ്നി പുറപ്പെടും. ആ അഗ്നി അവരെ ആട്ടിത്തെളിച്ചു കൊണ്ടുവരും. റസൂലുള്ള പറയാണ്, യമനിൽ നിന്നൊരു തീജ്വാല അവരെ പിന്നാലെ എക്സ്പ്രസ് ഹൈവേയിലൂടെ 140 വേഗതയിലോടുന്ന വണ്ടിയെപ്പോലെ അഗ്നി അവരുടെ പിന്നാലെ ഓടും. അവരും അതാ ഓടുന്നു. എല്ലാവരും ഒരു നാട്ടക്കുറിയിലേക്കെന്ന പോലെ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിൽ അവർ വരും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വലഖദ് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. അവരൊറ്റക്കൊറ്റക്കഥ പടച്ചവന്റെ മുമ്പിൽ വന്നു നിൽക്കുകയായി. എങ്ങനെയൊക്കെ ചേലാകർമ്മം ചെയ്യാത്തവരായിട്ട്, അതുപോലെ വസ്ത്രം ധരിക്കാത്തവരായിട്ട്, ചെരുപ്പ് ധരിക്കാത്തവരായിട്ട്. വലഖദ് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഖുർആനിലെ 6-ാം അധ്യായം 94-ാമത്തെ വചനമാണ്. ഉമ്മ പ്രസവിച്ച പോലെ ആരോടും അവർ മിണ്ടുകയില്ല, ആരോടും അവർ സംസാരിക്കുകയില്ല. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി. സൂറത്ത് മആരിജിലെ 70-ാം അധ്യായത്തിൽ 5 മുതലുള്ള വചനങ്ങളിൽ അല്ലാഹ് പറയുകയാണ്, അവരിങ്ങനെ കുറ്റവാളികളെ പരസ്പരം കുടുംബക്കാര് കാണും. ബാപ്പാക്ക് മോനെ കാണാം, മോന് വാപ്പാനെ കാണാം, ഭാര്യക്ക് ഭർത്താവിനെ കാണാം, പൊന്നോമന മക്കളെ കാണാം, മരുമകനെ കാണാം, പേരക്കുട്ടിയെ കാണാം, അയൽവാസിയെ കാണാം, നാട്ടിലെ പ്രസിഡന്റിനെ കാണാം. പക്ഷേ അന്നവര് പറയും, പടച്ചവനെ, എന്റെ പൊന്നു മോനെ നീ നരകത്തിലിട്ട റബ്ബേ, എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തി തരണമേ. എന്റെ ഭാര്യയെ നീ നരകത്തിലിട്ടോ, എന്റെ മക്കളെ നീ നരകത്തിലിട്ടോ, എന്റെ കുടുംബത്തെ നീ നരകത്തിലിട്ടോ, എല്ലാവരെയും നീ നരകത്തിൽ പ്രവേശിപ്പിച്ച റബ്ബേ, എന്നെയൊന്ന് രക്ഷപ്പെടുത്തി തരണേ. എന്നിട്ടല്ല പറയാ, കല്ലാ ഇന്നഹാ ലല്ലാഹ് നസാഅത്തൽ ലിശ്ശവാ. നരകം അങ്ങനെയല്ല, നരകം അങ്ങനെയല്ല. അത് മോശമായ താവളമാണ്, തലയോട്ടി ഉരിച്ചു കളയുന്ന തീജ്വാലയാണ്. ഞാൻ ഈ ആയത്തിനെ കുറിച്ച് കുറച്ച് കൂടുതൽ ചിന്തിച്ചിട്ടുണ്ട്. എന്താ അങ്ങനെ? ഈ ആയത്തിനെ കുറിച്ച് എന്താ കൂടുതൽ ചിന്തിക്കാൻ? എന്താ അല്ലാഹ് പറഞ്ഞേ? നരകത്തിലെ തീ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. നരകത്തിലെ തീ നീ വിചാരിക്കുന്ന കഥയല്ല. എന്നിട്ട് അല്ലാഹ് പ്രയോഗിച്ച പിന്നത്തെ പ്രയോഗം എന്താ അറിയോ? നിന്റെ അസ്ഥി കപാലമെന്ന തലയോട്ടി പോലും ഉരുക്കിക്കളയുന്ന തീജ്വാല. 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് നബിക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല. എന്തേ കാരണം അറിയോ? ഹ്യൂമൻ ഫിസിയോളജി പഠിച്ച ഒരാൾക്കറിയാം,
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള അവയവം അസ്ഥികപാലം എന്ന തലയോട്ടിയാണ്. മനസ്സിലാണ്ടോ? അസ്ഥികപാലം എന്ന തലയോട്ടിയാണ്. ഇത്ര ഉറപ്പുള്ള തലയോട്ടി ഉരിച്ചു കളയും. അതാണ് നരകത്തിലെ തീയെന്ന് പടച്ചോൻ പറയണമെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള അവയവം അസ്ഥികപാലമാണെന്ന് പടച്ചോൻ എങ്ങനെ അറിഞ്ഞു? പടച്ചോൻ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് നബിക്ക് പറയാൻ കഴിയില്ല. അതിലുണ്ട് ഇജാസ്, അതിലുണ്ട് മുഅ്ജിസത്ത്. ഏറ്റവും അത്ഭുതം എന്താ അറിയോ? പരലോകത്തിന്റെ സംഭവത പറയാൻ നിങ്ങൾക്കറിയുമോ? തായ്ലാന്റിലെ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഈ അടുത്ത കാലത്ത് മുസ്ലിമായി വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസാണോ മായിദാണോ എന്നൊരു ആയത്ത് കണ്ടിട്ട്. എന്താ ആയത്ത് എന്നറിയോ? ആയത്ത് എന്താന്ന് ചോദിച്ചാൽ, നരകത്തിലിട്ട് കരിക്കുന്നവരെ പറ്റി അല്ല പറഞ്ഞെടുത്ത് അല്ല പ്രയോഗിച്ച പ്രയോഗം എത്ര ഫിറ്റാന്നറിയോ? അല്ല പറയാണെന്ത്, അവർക്ക് തൊലികൾ, അവരുടെ തൊലി, അവരുടെ ശരീരത്തിലെ സ്കിന്ന് അതിങ്ങനെ കത്തിക്കരിഞ്ഞു പോകും. വീണ്ടും അള്ളാഹു അവർക്ക് അതേ തൊലി, ഫ്രഷ് തൊലി വീണ്ടും അവർക്ക് നൽകും. അതിനെപ്പറ്റി അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം എന്താ അറിയുമോ? ലിയദൂഖുൽ അദാബ്. എന്തിനാ തൊലി ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നത്? വേദന അനുഭവിക്കാൻ. സ്കിന്ന് ടെക്നോളജിയുമായി, സ്കിന്നിന്റെ ശാസ്ത്രവുമായി പഠിച്ചിട്ടുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കുക. അഗ്നിക്ക് വിധേയമായ ഒരാളെ, തീപ്പൊള്ളലേറ്റ് കൊണ്ടുവന്ന ഒരാളെ ഡോക്ടർമാർ ആദ്യം നോക്കുന്നറിയോ? ഒരു സൂചി കൊണ്ട് കുത്തി നോക്കുക. ആഴമേറി തൊലി പോയിട്ടുണ്ടെ സൂചി കൊണ്ട് കുത്തിയ വേദന അറിയില്ല. എങ്ങനെ? തൊലി ശരിക്ക് കത്തിപ്പോയാ പിന്നെ ചോരയും മാംസവും കവും നീരും ഉള്ളിടത്ത് കുത്തിയ വേദന ഉണ്ടാവില്ല. മനസ്സിലായി നിങ്ങൾക്ക്? വേദന അയാൾ അറിയുന്നില്ലെങ്കിൽ ഡോക്ടർമാർ എന്താ വിലയിരുത്തുന്നറിയോ? വേദന സംവേദനക്ഷമതയുള്ള മുഴുവൻ കോശങ്ങളും നശിച്ചു പോയിരിക്കുന്ന സ്കിന്നിലെ, അതുകൊണ്ട് കുറച്ച് സ്ട്രോങ് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൊലി പകരം തരുന്നതിനെ പറ്റി പറഞ്ഞിടത്ത് എന്താ പറഞ്ഞേ? ആ തൊലി പകരം കൊടുത്തിട്ടില്ലേ അവർക്ക് വേദന ഉണ്ടാവില്ല. വേദന ഉണ്ടാകുന്നത് തൊലിയിലാണ്. ഈ ഒരൊറ്റ ആയത്താണ് ഒരു അമുസ്ലിമിനെ ഇസ്ലാമാക്കി. എന്നിട്ട് മുസ്ലിങ്ങൾക്ക് അത് സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നല്ല പറയാൻ പടച്ചവൻ പ്രയോഗിച്ച പ്രയോഗം എന്താ? അവരുടെ തൊലി ഞാൻ മാറ്റിക്കൊടുക്കും, ഒരു വേദന അനുഭവിക്കാൻ. ഓർക്കണം, ഈ പടച്ചോനെ കണ്ടുമുട്ടേണ്ടവരാണ്, ഈ പടച്ചതമ്പുരാനെ കണ്ടുമുട്ടേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്തൊക്കെ വേണം അത് ഞാൻ ചുരുക്കി വേഗത്തിൽ പറഞ്ഞു പോവുക. എന്തൊക്കെ കാരണം കൊണ്ടാണ് മനുഷ്യൻ നരകത്ത് പോവുക? ഇതറിയലാണല്ലോ പ്രധാനം. നരകത്തിൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് മനുഷ്യരെത്തുക? എന്ത് ചെയ്താലാണ് മനുഷ്യർ നരകത്തിലെത്തുക? ഏതൊക്കെ തിന്മ ചെയ്യുമ്പോഴാണ് അവൻ നരകത്തിലെത്തുക? ഇത് നമുക്കൊന്ന് പരിശോധിക്കാം. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നു പല ഭാഗങ്ങളിലും. അതിലൊന്ന് ഖുർആനിലെ അൽഹാഖത്തു മൽഹാഖ എന്ന് പറയുന്ന അധ്യായത്തിലാണ്. അതായത് അൽഹാഖത്തു മൽഹാഖ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ 69 അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കേട്ടോളൂ. ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം, എന്തുകൊണ്ട് അവർ നരകത്ത് പോകുന്നു എന്നുള്ള വിഷയം കേൾക്കാൻ. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫഹുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ. അല്ലാഹ് പറയാണെന്ത്? ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ പരലോകച്ചു വന്നിട്ട് ഇടത് കൈയിൽ ഗ്രന്ഥമേറ്റു വാങ്ങുന്ന ആളുകൾ അവര് പറയുമെന്ത്? വലം അദ്രി മാ ഹിസാബിയ. ഇങ്ങനെ ഒരു വിചാരണയില്ലായിരുന്നെങ്കിൽ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, മരണത്തോടുകൂടി എന്റെ ജീവിതം അങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ, മാ അഗ്നാ അന്നി മാലിയ, എന്റെ സമ്പത്ത് എനിക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ, ഹലക അന്നി സുൽത്താനിയ, എന്റെ രാജാധികാരം എനിക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ. എന്നിട്ട് അല്ലാഹ് പറയും ഖുദൂഹു ഫഹുല്ലൂഹു, പിടിക്കവനെ പിടിച്ചു നരകത്തിലേക്കെറി. എന്തേ അവൻ നരകത്ത് പോയത്? 70 മുഴമുള്ള ചങ്ങലകളിൽ അവനെ ബന്ധിപ്പിക്കേ. എന്തേ അവൻ നരകത്ത് പോയത്? അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. സൂറത്ത് ബഖറയിൽ ഒരു ആയത്തെ നിങ്ങൾ പഠിപ്പിക്കണം. ഈ നാട്ടുകാരെ അത് പ്രത്യേകമായി പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ആയത്ത് സൂറത്ത് ബഖറയിൽ നിങ്ങൾ കേൾപ്പിക്കുന്നത്. സൂറത്ത് ബഖറയിലെ 165-ാമത്തെ വചനം. ഇതൊക്കെ അള്ളാന്റെ ഗ്രന്ഥത്തിൽ നിന്ന് കൃത്യമായിട്ട് ഒറ്റ ആയത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന അധ്യായത്തിലാ എന്ന് പറഞ്ഞു തരാതെ പോയിട്ടില്ല. ഇന്ന അധ്യായത്തിലെ ഇത്രാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു കേട്ടോളൂ.
ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം, നീ ക്ലാസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിനെ ഓർത്തിട്ട് നിങ്ങളെ സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നുണ്ടോ? അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്ന രണ്ട് കൂട്ടുകാർ, അങ്ങനെയാ, ദുനിയാവിന് വേണ്ടിയല്ല. എന്നിട്ട് ഇന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ പറയണം, ഇന്ന പള്ളിയിൽ സംഗതി എന്തൊക്കെ ആയാലും ഒരു ക്ലാസ് നടന്നിരുന്നു, അതിൽ ഇങ്ങനെ ഒരു ആയത്ത് ഞാൻ കേട്ടു, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരികയാണ്, നിനക്ക് ആ വിഷയത്തിൽ പിഴവുണ്ട്. എന്താ ആയത്ത് കേട്ടോളൂ. ومن الناس من يتخذ من دون الله اندادا يحبهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. ആയത്ത് ശരിക്ക് ശ്രദ്ധിച്ചോ, അർത്ഥം ഞാൻ പറഞ്ഞുതരാം. വമിനൻ നാസി, മനുഷ്യരിൽ ഉണ്ട്, മനുഷ്യരിലുണ്ട്. ആരാ ഉള്ളത് കേട്ടോ, ശരിക്കും കേട്ടോ. അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്ന ചില ആളുകൾ മനുഷ്യരിലുണ്ട്. ഏത് കാര്യത്തിലാ ശരിക്കും ശ്രദ്ധിച്ചോ, അടിവരയിട്ടോ. അള്ളാഹ്ക്ക് സമന്മാരെ ഉണ്ടാക്കുന്ന ചില ആളുകൾ മനുഷ്യർക്കിടയിലുണ്ട്. ഇനി കേട്ടോ, എന്തിന്റെ കാര്യത്തിൽ? എന്താ കാര്യം? അള്ളാഹ് പറയാണെന്ത്? അന്താദാ യുഹിബ്ബുഹും കഹുബ്ബില്ലാഹ്. അള്ളാഹനെ സ്നേഹിക്കുന്ന പോലെ അവര് ഒരു പടപ്പിനെ, ഒരു മഹാനെ സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹ് ആ മഹാൻ, അങ്ങനെ അവര് പറയൂ. ഒരു പക്ഷേ അള്ളാഹിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന സ്ഥാനം മഹാനായിരിക്കും. അള്ളാഹ് പറയാൻ, അള്ളാഹ് എന്താ പറഞ്ഞേ? അള്ളാഹനെ സ്നേഹിക്കുന്ന പോലെ ഒരു പടപ്പിനെ സ്നേഹിച്ച ഓന് നരക. സുബ്ഹാനല്ലാഹ്. എന്ത്? അള്ളാഹനെ സ്നേഹിക്കുന്ന അത്തോത്. അള്ളാഹിനോടുള്ള സ്നേഹം 100 നൂറ്റിക്കോ, മൊയ്തീൻ ശൈഖിനോട് 100. എന്നാ കാഫിറാന്നാ പറയുന്നത്. ആര്? അള്ളാഹ് പറയാ ഓന് നരകാണ്, അള്ളാഹ് അവനെ വല്ലാതെ ശിക്ഷിച്ചു കളയും. ഇനി അള്ളാഹിനെ പോലെ മൊയ്തീൻ ശൈഖ് പോട്ടെ, മുഹമ്മദ് നബീനെ സ്നേഹിച്ചു, എന്നാ അവന്റെ വിധി എന്താ? ഇസ്ലാം ഒന്ന് പുറത്താ. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം ഒന്ന് ഗൗരവമായിട്ട് മനസ്സിലാക്കണേ, ഇസ്ലാം ഒന്ന് ഗൗരവമായിട്ട് പഠിക്കണേ. അപ്പൊ ഉമർ റളിയല്ലാഹുവിനെ പറ്റി കേട്ടില്ലേ നിങ്ങൾ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു നബീനോട് വന്നിട്ട് പറഞ്ഞ്, ഞാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ്, ഞാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും. നബി എന്താ പറഞ്ഞ്? മുഅ്മിനായിട്ടില്ല. മുഅ്മിനാകണേ എന്ത് വേണോ? നിന്നേക്കാൾ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടാകണം, എന്നേക്കാൾ നിനക്ക് അള്ളാഹിനോട് സ്നേഹം ഉണ്ടാകണം. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ മുസ്ലിങ്ങളിൽ സംഭവിക്കുന്നത് എന്താ? അള്ളാഹിനോടുള്ള ഇഷ്ടത്തെക്കാൾ മൊയ്തീൻ ശൈഖിനെ ഇഷ്ടപ്പെടുന്നവർ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്, ഇല്ലേ? ഞാനൊരു ഉദാഹരണം പറയാം. അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ 12 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി 12 റക്അത്ത് തുടർച്ചയായിട്ട് നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. മൊയ്തീൻ ശൈഖിന് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട്. ഖുതുബിയ്യത്ത് നടക്കുന്നതിന്റെ മുമ്പ് 12 റക്അത്ത് മൊയ്തീൻ ശൈഖിന് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പടപ്പുകൾ ആരെയാ സ്നേഹിച്ച്? മൊയ്തീൻ ശൈഖിനെ അല്ലേ? ആലോചിച്ചേ. ഇനി പറയാണെന്ത്? ഖുതുബിയ്യത്ത് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ 19ാമത്തെ പേജിൽ പറയാട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹ്ക്ക് 99 നാമഗുണവിശേഷം ഉണ്ട്. മൊയ്തീൻ ശൈഖിനും ഉണ്ട് 99. വിടൂല. അള്ളാഹിനെ മൊയ്തീൻ ശൈഖിനെ ഓവർടേക്ക് ചെയ്ത് നിങ്ങൾ പടച്ചോനെ പരിചയപ്പെടുത്താൻ നിങ്ങളെ ഞങ്ങൾ സമ്മതിക്കില്ല. ഇങ്ങനെ ഒരു സമൂഹം അവിടെ ഉണ്ട് കേട്ടോ. ഇത് പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുക ഞാൻ. അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ മാത്രമല്ല, ചിലപ്പോൾ അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിച്ച ഇസ്ലാം എന്ന് പുറത്താ. അള്ളാഹിനേക്കാൾ കൂടുതലായാലോ? അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പരിശുദ്ധ കഅബാലയം, പരിശുദ്ധ ഹറം, അതിന്റെ ഒക്കെ വാതിൽ വലുതാ. അള്ളാഹുവിന്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോ പരിശുദ്ധ കഅബാലയത്തിലെ വാതിലൊക്കെ വലുതാ. അവിടെ എങ്ങനെയാ പോവുക? ഇങ്ങനെ. എന്നാൽ ഇന്ത്യയിലെ മുഴുവൻ ദർഗകൾ എങ്ങനെ അറിയോ? ദർഗന്റെ വാതിൽ ഇത്രയേ ഉള്ളൂ. എന്താ അതിന്റെ ഉദ്ദേശം എന്നറിയോ? ആ ഷെയ്ഖിന്റെ ദർഗയിൽ ഒന്ന് തല കുനിച്ച് പോയാൽ മതി, തല നൂർത്തിക്കൊണ്ടാ. ചിന്തിക്കണം. മനുഷ്യരെ ശിർക്ക് ചെയ്യിപ്പിക്കുന്ന നിങ്ങൾ ചിന്തിക്കണം. അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. സൃഷ്ടിയുടെ ദർഗയിൽ വയലത്തൂർ തങ്ങൾ സുജൂദ് ചെയ്യുന്നു. തങ്ങളെ കുറ്റം പറയല്ല. വയലത്തൂർ തങ്ങൾ സുജൂദ് ചെയ്യുന്നു, അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു, ദർഗയിലെ ഔലിയന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു.
അല്ലേ? നോക്കൂ, മയ്യത്തഖിദൂ മിൻ ദൂനില്ലാഹി അന്ദാദാ യുഹിബ്ബുഹും കഹുബ്ബില്ലാഹ്. അല്ലാഹനെ സ്നേഹിക്കുന്ന പോലെ അല്ലേ? ഇനി ഇത് പറയുമ്പോൾ നിങ്ങൾ വളരെ മൗലികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താ അറിയാം? എന്നിട്ട് അല്ല പറയുന്നെന്താ, അതൊന്ന് കേട്ടോളിട്ടോ. എന്നാൽ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, യഥാർത്ഥ വിശ്വാസികൾക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹനോടായി. അല്ലാഹനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും മുജാഹിദുകൾ ലോകത്തോട് പറയുന്ന അതാ. ഈ പള്ളി എന്തിനാ? ഈ നാട്ടിലെ മറ്റു പള്ളികളെ അപേക്ഷിച്ച് എന്തിനാ ഈ പള്ളി? അല്ലാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയാൻ, അല്ലാഹ്ക്ക് മാത്രം നേർച്ച നേരണമെന്ന് പറയാൻ. യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. നേർച്ച നിറവേറ്റാൻ ആർക്ക് വേണ്ടി? അല്ലാഹ്ക്ക് വേണ്ടി. ഇനി നിങ്ങൾ കേട്ടോളിട്ടോ ആയത്ത്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസിക്ക് അല്ലാഹ്നോടുള്ള സ്നേഹം പോലെ വേറൊരാളോടുണ്ടാവില്ല. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒരാള് ഈമാനുള്ളവനാന്ന് പറയാൻ 3 ഗുണം അയാൾക്ക് ഉണ്ടാവണം. ഒന്നാമത്തെ ഗുണം എന്താ? അവൻ ഏറ്റവും ഇഷ്ടം അല്ലാഹ്നോടായിരിക്കണം. ഏറ്റവും ഇഷ്ടം. മുജാഹിദുകൾ പറയുന്ന ആളെ നിങ്ങൾക്ക് 1-ാം സ്ഥാനം അല്ലാഹ്നോടായിരിക്കണം. അല്ലേ? അല്ലേ? അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എളുപ്പത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്നിട്ട് ഈ ആയത്ത് പറഞ്ഞിട്ട് അത് ഉദാഹരണത്തിലൂടെ പറയാം. വലൗ യറല്ലദീന ളലമൂ, അല്ലാഹനെ സ്നേഹിച്ച പോലെ മൊയ്തീൻ ശൈഖിനെയും അമ്പിയാക്കളെയും മഹാന്മാരെയും ഔലിയാക്കളെയും സ്നേഹിച്ചവരെ പറ്റി അല്ല ഉപയോഗിച്ച പദം എന്താ? അല്ല ഉപയോഗിച്ച പദം മുത്തക്കികളാ. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാ? കേരളത്തിലെ മുസ്ലിങ്ങളിൽ മുജാഹിദുകൾ എതിർക്കുന്ന ഔലിയാക്കളോടുള്ള ദ്വേരക്കല് ഇസ്ലാമാണ്. ഇസ്ലാമാണ് എന്നാണല്ലോ ഒരു കൂട്ടർ പറയുന്നത്. ഇസ്ലാമും കാര്യം ചെയ്തവനെ ലാലിമ് എന്നല്ല വിളിക്കൂ. നിങ്ങൾ പറയും, അല്ല പഠിപ്പിച്ച ദീന് ചെയ്തൊരുത്തനെ ലാലിമ് എന്ന് അല്ല വിളിക്കോ? അല്ല എന്താ പറഞ്ഞേ? അല്ലാഹനെ സ്നേഹിക്കുന്ന പോലെ മൊയ്തീൻ ശൈഖിനെ സ്നേഹിക്കുന്നവനെ പറ്റി അല്ല ഉപയോഗിച്ച പ്രയോഗം എന്താ? വലൗ യറല്ലദീന ളലമൂ, ആ അക്രമികൾ ശിക്ഷ കാണുന്ന ദിവസം. ഇങ്ങനെ ആ അക്രമികൾ ശിക്ഷ കാണുന്ന ദിവസം അവര് പറയും എന്ത്? അന്നൽ ഖുവത ലില്ലാഹി ജമീആ. വല്ലാത്തൊരു പ്രയോഗം, എനിക്ക് വല്ലാതെ ആശ്ചര്യം തോന്നുകയാണ്. എന്താ അറിയോ? അന്ന് പരലോകത്ത് ഇങ്ങനെ എത്തുമ്പോ അവര് പറയുന്നത് അന്നൽ ഖുവത ലില്ലാഹി ജമീആ, എല്ലാ കഴിവും അല്ലാഹ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. മമ്പർ ഞങ്ങൾക്ക് കുട്ടീനെ തരാൻ കഴിവുണ്ടായിരുന്നില്ല, മൊയ്തീൻ ശൈഖിന് രോഗം മാറ്റാൻ കഴിവുണ്ടായിരുന്നില്ല, ഉള്ളാളം ഞങ്ങൾക്ക് രോഗം മാറ്റാൻ കഴിവുണ്ടായിരുന്നില്ല. അന്നൽ ഖുവത ലില്ലാഹി ജമീആ, അല്ലല്ലാത്ത മൊയ്തീൻ ശൈഖിനോട് ദ്വേറുന്ന ലാലിമ്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട പ്രസംഗം ഔട്ട്സൈഡിൽ നിങ്ങൾ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ട വീട്ടിലിരിക്കുന്നവരെ, നിങ്ങൾ ലാലിമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാന്റെ വചനാട്ടോ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 165-ാമത്തെ വചനം നോട്ട് ചെയ്യണം. അല്ല പറയുന്നെന്താ? അല്ലല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ച ഈ അക്രമി എന്ത് കരുതിയിട്ട് അയാളോട് പ്രാർത്ഥിച്ച്? അല്ല കൊടുത്ത കഴിവ്